السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد، فأشهد أن لا إله إلا الله وأشهد أن محمد رسول الله. ബഹുമാനമുള്ള മുദരിസ് ഉസ്താദ് അവർകൾ, മറ്റു പണ്ഡിതന്മാർ, നാട്ടിലെ കാരണവന്മാർ, സഹോദരന്മാരെ, സഹോദരികളെ, കോളനി റോട്ടിലെ നബിദിന പരിപാടിയിൽ കാലങ്ങളായി മനസ്സുകൊണ്ട് പങ്കെടുക്കുന്ന ഒരു സൽക്കർമ്മമായി കണക്ക് കൂട്ടുന്നവനാണ് ഞാൻ, അങ്ങനെ പങ്കെടുക്കുന്നവനുമാണ്. പക്ഷേ എല്ലാം എല്ലാ കാലത്തും നടക്കുകയില്ലല്ലോ. ആഫിയത്തിൻ്റെ കുറവും വളരെ ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങളും നിർബന്ധമായ കാര്യങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസവുമുള്ള ഘട്ടങ്ങളായതുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ വരുമ്പോഴൊക്കെ അവരോട് കയർത്ത് സംസാരിക്കുന്നത് വരെ ഉണ്ടാകാറുണ്ട്. മുപ്പത് വർഷത്തോളമായി ഞാൻ ഈ നാട്ടിൽ നിന്ന് ചാലിയത്തേക്ക് പോയിട്ട് ഇവിടെയുള്ള പ്രായം ചെന്ന, അതോടുകൂടെ നമ്മോട് വല്ലാത്ത ചങ്ങാത്തമുള്ള പലരും ഇന്ന് നമ്മോട് കൂടെ ഇല്ല. അന്നുള്ള യുവാക്കൾ ഇന്ന് പ്രായമുള്ളവരായി, അന്നുള്ള ചെറിയ മക്കൾ ഇന്ന് ചെറുപ്പക്കാരും. അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരുമായി അൽഹംദുലില്ലാഹ് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഈ ശൃംഖല സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസത്തിലും ആചാരത്തിലും പൈതൃക ജീവിതത്തെ വലിയ ഒരു ജീവിതമാർഗമാക്കി കണ്ട് ആ വഴിയിൽ തുടർന്ന് ജീവിക്കാൻ അവർക്കും നമ്മുടെ ജീവിതാന്ത്യം വരെ നമ്മൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുന്നത്, കേൾക്കുന്നത്, അതിന് വേണ്ടത് ചെയ്യുന്നത് വളരെ പുണ്യമുള്ള കർമ്മമാണ്. ഇതിൽ രണ്ടഭിപ്രായം പണ്ഡിതന്മാർക്ക് ഉണ്ടായിട്ടില്ല. അതൊരു ബിദ്അത്തും അല്ല. സ്വഹാബത്തിൻ്റെ ചരിത്രവും മുൻഗാമികളുടെ ചരിത്രവും എല്ലാം ആ വിഷയത്തിൽ നിറഞ്ഞു കിടക്കുകയാണ്. സ്വഹാബത്ത് നബിയെ സംബന്ധിച്ച് ഗദ്യമായും പദ്യമായും മദ്ഹുകൾ പറയുമായിരുന്നു. ശേഷമുള്ളവരുടെയൊക്കെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട മദ്ഹ് കാവ്യങ്ങൾക്ക് കണക്കും കയ്യുമില്ല. എത്രയാണ് സുബ്ഹാനല്ലാഹ് സ്വഹാബത്തെ കിറാം തങ്ങളെപ്പറ്റി പാട്ടുപാടിയതും പറഞ്ഞതൊക്കെ. ഇത് പറയാനായി രചിക്കപ്പെട്ട കിതാബുകൾക്കും കണക്കും കഴിയുമില്ല.
എങ്ങനെയാണ് മദ്ഹുർ റസൂൽ അതിൻ്റെ വേദികൾ, അതിൻ്റെ സ്റ്റേജുകൾ ആക്ഷേപിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാകുന്ന ഒരു ആലിമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം മുസ്ലിമീങ്ങളിൽ ഇജ്മാ, തർക്കമില്ലാത്ത ഒന്നാണത്. ചില ബിദഈ പ്രസ്ഥാനക്കാർ എല്ലാത്തിലും അവർ തട്ടിപ്പ് കാണിക്കുന്ന പോലെ മദ്ഹുർ റസൂലിലും അവർ തട്ടിപ്പ് കാണിക്കാറുണ്ട്. നബിതങ്ങളുടെ മദ്ഹ് പറയുന്നതിന് ഞങ്ങൾ എതിരല്ല. നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി പരിപ്പിക്കുന്നതിലും ഞങ്ങൾ എതിരല്ല. പക്ഷേ റബീഉൽ അവ്വലിന് ചെയ്യുന്നതിനാണ് ഞങ്ങൾ എതിര്. അപ്പോൾ എന്നാൽ പിന്നെ റബീഉൽ ആഖിറിലേക്ക് ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അതിനും തെളിവില്ല. എന്നാൽ ജുമാദുൽ ഊലയിലേക്കായിക്കോട്ടെ, അതിനും തെളിവില്ല. ജുമാദുൽ ഉഖറ, അതിനും തെളിവില്ല. റജബ് തെളിവില്ല. റമദാൻ ഒഴിവില്ല. ശവ്വാൽ അതിന് പറ്റില്ല. ശഅബാന് പറ്റൂല. ഇങ്ങനെ 12 മാസവും ചൊല്ലാൻ തെളിവില്ല. ചെല്ലുന്നത് നല്ല കാര്യവുമാണ്. ഇതാണ് ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ. ഒരാളൊരു ഇശാൻ്റെ ശേഷം മുത്തുനബിൻ്റെ മദ്ഹ് ചൊല്ലുകയാണെങ്കിൽ ഇശാൻ്റെ ശേഷം മുത്തുനബിൻ്റെ മദ്ഹ് ചൊല്ലിയതിന് തെളിവുണ്ടോ? എന്നാൽ ളുഹറിൻ്റെ ശേഷം ആയിക്കോട്ടെ, അതിന് തെളിവുണ്ടോ? അസറിൻ്റെ ശേഷം ആയിക്കോട്ടെ, അതിന് തെളിവുണ്ടോ? ഇങ്ങനെ ചോദിച്ച് നബിതങ്ങൾ ഏതൊരു കാലം, നബിതങ്ങളുടെ സ്വഹാബത്തും നബിയൊക്കെ ഏതൊരു കാലമല്ലാത്ത എന്തോ ഒരു ലോകത്ത് ജീവിച്ച പോലെ തോന്നും. ഏത് കാലത്താണ് പിന്നെ മനുഷ്യ ഇത് ചെയ്യേണ്ടത്? എപ്പോഴാണിത് ചെയ്യേണ്ടത്? മദീന പള്ളിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാനായി ഒരു സ്റ്റേജ്, ഖുതുബ ഓതുന്നൊരു മിമ്പർ, അവിടെ തങ്ങളുടെ മിമ്പറുണ്ട്. അതിൽ ഒരു സ്വഹാബി പോലും കാല് വെക്കുകയില്ല. മുത്തുനബിൻ്റെ മദ്ഹ് പറയാനായൊരു മിമ്പർ ഉണ്ടായിരുന്നു എന്നുള്ളത് മിഷ്കാത്ത് ഓതിയ മൗലവിമാർക്കറിയാം. എന്നിട്ട് മിഷ്കാത്തിൽ പറയുന്നത് റവാഹുൽ ബുഖാരി എന്നാണ്, ബുഖാരി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ്. ആ മിമ്പറിൽ നിന്ന് മുത്തുനബിൻ്റെ മദ്ഹ് സാദാ ചൊല്ലുന്ന ഹസ്സാൻ ബിൻ സാബിത്ത്, അബ്ദുല്ലാഹി ബിൻ റവാഹ അടക്കമുള്ള സ്വഹാബിമാർ അവരേത് ടൈമിലാണ് ചൊല്ലിയത്? 10 മണിക്കോ 11 മണിക്കോ 12 മണിക്കോ 1 മണിക്കോ ഏത് ടൈമിലാണ് ചൊല്ലിയത്? അത് തെളിവില്ലാത്തത് കൊണ്ട് ആ പരിപാടി തന്നെ ഇല്ല. ഏതെങ്കിലും വഹാബിൻ്റെ പള്ളിയിൽ മുത്തുനബിൻ്റെ മദ്ഹിൻ്റെ മജ്‌ലിസ് ഉണ്ടാക്കിയ ഒരു അനുഭവമുണ്ടോ സഹോദരങ്ങളെ? മുത്തുനബിൻ്റെ പള്ളിയിൽ അതിനായൊരു മെമ്പർ ഉണ്ടായിരുന്നു എന്നുള്ളത് സഹീഹായ ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷർഹ് മുസ്ലിം എന്ന് പറയുന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു, ഇതിൽ നിന്ന് വ്യക്തമാണ് പള്ളിയിലും പള്ളിയുടെ പുറത്തും മുത്തുനബിൻ്റെ മദ്ഹുകൾ സംഘടിപ്പിക്കൽ സുന്നത്താണ്. അത് കാലവ്യത്യാസമില്ല, ഏത് കാലത്തും സുന്നത്താണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പറയുന്നത് വലിയ പുണ്യമാണെന്ന് സ്വഹാബത്തൊക്കെ മനസ്സിലാക്കിയവരാണ്. നബിതങ്ങളെ കൊണ്ട് എല്ലാ വിഷയത്തിലും അവർ നബിതങ്ങളെ അവലംബമാക്കിയവരാണ്. നബിതങ്ങളോടാണ് അവർ എല്ലാ സങ്കടവും പറയാറുള്ളത്. മാനസിക വേദനകൾ പറയാറുണ്ട്, ദുഃഖങ്ങൾ പറയാറുണ്ട്, കടത്തിൻ്റെ പ്രശ്നങ്ങൾ പറയാറുണ്ട്, രോഗമെന്ന് പറയാറുണ്ട്. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 10 അല്ല 100 അല്ല. സഹീഹായ ഹദീസിൽ കാണാം മുത്ത് റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന് സങ്കടം പറയുന്നത്. അല്ലാഹു അല്ലാത്തവരോട് സങ്കടം പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ ദീൻ അറിയാത്ത ജനങ്ങൾ സമൂഹത്തിൽ വളർന്നു വന്നപ്പോഴാണ് ഇതൊക്കെ തർക്കിക്കപ്പെടുന്ന രൂപത്തിലായി മാറിയത്. അത് ബിദ്അത്ത് മാത്രമല്ല, കുഫ്രിയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നബിയും സ്വഹാബത്തുമുള്ള ജീവിതത്തിന് എതിര് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാത്ത രൂപത്തിൽ ദീനിനെ വളർത്താൻ വേണ്ടി അല്ലെങ്കിൽ തളർത്താൻ വേണ്ടി കണ്ടെത്തുന്നൊരു രൂപമാണത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികിലേക്കായിരുന്നു കൈപൊട്ടിയാൽ പോയിരുന്നത്, മഴയില്ലാതെ ആയാൽ പോയിരുന്നത്. വലൈസാ ലനാ ഇല്ലാ
ഇലൈക ഫിറാറുനാ വൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസ്ലി. സ്വഹാബി പാടുകയാണ്, നബി തങ്ങൾ മിമ്പറിലാണുള്ളത്. വല്ലാത്ത വിഷമത്തിലാണ് നബിയെ ഞങ്ങളുള്ളത്. മഴയില്ലാതെ നാട് മുഴുവനും വരണ്ടുപോയി. സ്ത്രീകളുടെ മുലയിൽ നിന്ന് പാലല്ല രക്തമാണ് വരുന്നത്. ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മറ്റു പലരും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വലൈസാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ. ഈ പ്രയോഗം ഷിർക്കിന്റെ പ്രയോഗം എന്നാണ് വഹാബികൾ പറയാറുള്ളത്. ഞങ്ങൾക്ക് തങ്ങളിലേക്കല്ലാതെ ഓടി വരാനില്ല. തങ്ങൾ മാത്രമാണോ? വലൈസാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. മനുഷ്യനാണോ? അവർക്ക് മുർസലീങ്ങളിലേക്കല്ലാതെ മഹാന്മാരിലേക്കല്ലാതെ ആരിലേക്ക് ഓടാനാണ്? അള്ളാനെ കൊള്ള ഓടേണ്ടതല്ലേ? ആ സ്ഥാനത്ത് മുത്തുനബിന്റെ മുമ്പിൽ വന്ന് പറയുന്ന വാക്ക് ഷിർക്കാണെന്ന് ഇന്ന് വഹാബികളും ഒരു തരം മലഞ്ഞീന് പോലുള്ളതായ മുസ്ലിം സുന്നി ആളുകളും പറയുന്ന കോലം. നബിയേ, തങ്ങളിലേക്കല്ലാതെ ഞങ്ങൾക്ക് വരാൻ ഒരാളില്ല, ഓടിച്ചെല്ലാൻ ഒരാളില്ല, ഒരു വ്യക്തിയില്ല. ഒരാളില്ല എന്നല്ല, ഒരു വ്യക്തിയില്ല. ഇത് അല്ലല്ലേ? ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ തൗഹീദ്. ഇതാണ് തൗഹീദ് സഹോദരങ്ങളെ. ആ തൗഹീദാണ് മുത്തുനബിന്റെ മുമ്പിൽ നിന്ന് സ്വഹാബത്ത് ചെയ്തതും പറഞ്ഞതും അവിടുന്ന് അംഗീകരിച്ചതും. ആ തൗഹീദിന് ഘടക വിരുദ്ധമായ രൂപത്തിൽ അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂല് സഹായിക്കുമെന്ന് പറയാൻ പാടില്ല. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൻ്റെ മസിൽ കയറ്റത്തിൻ്റെ അസുഖമുള്ളവരായിരുന്നു അവർ. ബഹുമാനപ്പെട്ടവർ ആ മസിൽ കയറിയ ടൈമിൽ അവിടെ ഇബ്നു അബ്ബാസ് തങ്ങളുണ്ടായിരുന്നു. രണ്ടും വലിയ സ്വഹാബിമാരാണ്, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ ടൈമിൽ ഇമാം ബുഖാരി അവിടുത്തെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്നു. എങ്ങനെയാണ് ഹെഡിങ് കൊടുത്തതെന്ന് ഞാൻ പറയാം. ആ ടൈമിൽ വേദന വന്നപ്പോൾ ബഹുമാനപ്പെട്ടവരോട് ഇബ്നു അബ്ബാസ് പറയുന്നു, ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക്. അത് റസൂലുള്ളാഹിന്റെ ഒരു മദ്ഹ് പ്രയോഗമാണ്. ജനങ്ങളെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ളവർ, ഇത് റസൂലുള്ളാഹിന്റെ ഒരു പേരാണ്, റസൂലുള്ളാഹിന്റെ ഒരു ബഹുമാന പദമാണ്. ആ മഹബത്തില്ലെങ്കിൽ ഈമാനില്ല, അല്ലെങ്കിൽ ഈമാന് പൂർണ്ണമല്ല. ആ നബിയെ പേര് പറയുക, ഉദ്കുർ, ആ നബിയെ പറയുക എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു അബ്ബാസ് ഉണർത്തുന്നത്. അറിയാത്തത് കൊണ്ടെല്ലാം വേദനയിൽ കഷ്ടപ്പെടുമ്പോൾ ഒരു പക്ഷേ മറന്നുപോയേക്കാം. ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക്. ഉടനെ പറയുന്നു, വാ മുഹമ്മദ്. ചില റിപ്പോർട്ടില്ല മുഹമ്മദ്. മുത്തുനബിയേ, എൻ്റെ കാല് വേദനയാണ്. തങ്ങൾ അവിടെ ഉണ്ടോ? ഇല്ല. മുത്തബിയുസുന്ന, നബി തങ്ങൾ എന്ത് ചെയ്തോ അത് ചെയ്യുക, നബി തങ്ങൾ എന്തൊഴിച്ചോ അതൊഴിക്കുക. ഈ ഒരു സ്വഭാവം ജീവിതത്തിൽ മുദ്രയാക്കി ജീവിക്കുന്നവരായ മഹാനായ ഇബ്നു ഉമർ തങ്ങളാണിത് പറയുന്നത്. ഇത് ഇബ്നു ഉമർ തങ്ങൾക്ക് മാത്രമുള്ളൊരു അമലാണോ? അല്ല. ഇമാം ബുഖാരി ഇതിന് ഹെഡിങ് കൊടുത്തത് അദബുൽ മുഫ്രദിൽ, കാലിൻ്റെ മസിൽ കയറിയാൽ എന്തു ചൊല്ലണം, ആരും എന്തു ചൊല്ലണം, എന്താണ് സുന്നത്ത്, അതിൻ്റെ ബാബ് എന്നാണ് പറഞ്ഞത്, അതിൻ്റെ അധ്യായം എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും നമുക്ക് കാലിന് മസിൽ കയറിയാൽ അത് ചൊല്ലൽ സുന്നത്താണ്. ഇമാം നബവി അദ്കാറിൽ അങ്ങനെയാണ് ഹെഡിങ് കൊടുത്തത്. ഹിസ്നുൽ അസീൽ ജസരി തങ്ങൾ അങ്ങനെയാണ് ഹെഡിങ് കൊടുത്തത്.
പുത്തനാശയക്കാർ നേതാവ് ഇബ്നു തൈമിയ്യ അങ്ങനെയാണ് ഹെഡിങ് കൊടുത്തത്. അവരുടെ നേതാവെന്ന് അവർ പറയുന്ന ഇബ്നു ഖയ്യിം അയാളും അങ്ങനെയാണ് ഹെഡിങ് കൊടുത്തത്. കാലിന് വേദന വന്നാൽ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് ചൊല്ലൽ സുന്നത്തുള്ള ദിക്ർ വാ മുഹമ്മദ് യാ മുഹമ്മദ്. തങ്ങളെ പേര് പറഞ്ഞിട്ട് കാലിൻ്റെ വേദന സുഖപ്പെടുന്നു. ഫകഅന്നമാ നശിത മിൻ ഇഖാൽ, ഒരു കെട്ടഴിഞ്ഞ പോലെ പെട്ടെന്ന് ആ മസിലിറങ്ങുകയാണ്. ഇതിപ്പോഴും സുന്നത്താണ്. സുന്നത്തായ കർമ്മത്തെ പറ്റിയാണ് ഷിർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം. നബി തങ്ങളെ വിളിക്കുന്നത് ഷിർക്കാണ്, മഹാന്മാരെ വിളിക്കുന്നത് ഷിർക്കാണ്. യാ ഇബാദല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നിങ്ങളാരെങ്കിലും ഒറ്റപ്പെട്ട ടൈമിൽ, സഹായിക്കാനാളില്ലാത്ത ടൈമിൽ, മൻ അറാദ ഔനൻ, ഹദീസിന്റെ പൂർണ്ണ പദം എനിക്ക് ഓർമ്മ വരുന്നില്ല, ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ടായാൽ ഫൽയുനാദി, അവൻ വിളിച്ചുകൊള്ളട്ടെ, യാ ഇബാദല്ലാഹ് അഈനൂനി, അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ, അത് മലക്കുകളാകാം, മറ്റ് മനുഷ്യ ഔലിയാക്കളാകാം, അല്ലെങ്കിൽ ജിന്നുകളാകാം, ആരുമാകാം. ആരോടും വിളിച്ച് സങ്കടം പറയാൻ പാടില്ല എന്ന ആശയം പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഒരാളല്ല ഉദ്ധരിച്ചത്, എത്ര ഇമാമിങ്ങളാണ് ഉദ്ധരിച്ചത്. ഇമാം നവവി അദ്കാറിൽ പറയുന്നു, യാത്രയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ, ആരാരുമില്ലാത്ത സ്ഥലത്ത് വന്നാൽ, ആവശ്യം വന്നാൽ വിളിക്കേണ്ട പദമായിട്ട് യാ ഇബാദല്ലാഹ്, യാ അല്ലാഹ് എന്ന് വിളിക്കാത്തവരില്ല. അത് പഠിപ്പിക്കേണ്ട ആവശ്യം മുസ്ലിമിനില്ല. എല്ലാ ടൈമിലും യാ അല്ലാഹ് എന്ന് വിളിക്കാൻ എല്ലാ ടൈമിലും തയ്യാറുള്ളവരും ചെയ്യുന്നവരും വഹാബിയേക്കാൾ, ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ, തബ്ലീഗുകാരേക്കാളും മുന്നിൽ സുന്നികളാണ്. ഞങ്ങളെപ്പോലെ അള്ളാഹിനെ വിളിക്കുന്നവർ നിങ്ങളെ കൂട്ടത്തിലില്ല. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് എല്ലാം ഞങ്ങൾ സമർപ്പിക്കാറുള്ളത്. പക്ഷേ അള്ളാഹു പറയുന്നു നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന്, അവിടെ ഞങ്ങളത് ചെയ്യുന്നു. ഇത്രയുള്ളൂ. പ്രയാസം വരുമ്പോൾ ഔലിയാക്കളെ വിളിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു, അപ്പോൾ വിളിക്കുന്നു എന്ന് മാത്രം. യാ ഇബാദല്ലാഹ് അഈനൂനി, യാ ഇബാദല്ലാഹ് അഈനൂനി, യാ ഇബാദല്ലാഹ് അഈനൂനി, 3 വട്ടം വിളിക്കാനാണ് പറഞ്ഞത്. എന്താ അർത്ഥം? യാ ഇബാദല്ലാഹ് എന്നതിൻ്റെ അർത്ഥം യാ അല്ലാഹ് എന്നതിൻ്റെ അർത്ഥവും വ്യത്യാസമില്ലേ? അല്ലാഹുവേ എന്നല്ല, യാ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമത്ത ബോധത്തിൽ ജീവിച്ച മഹാന്മാരെ, മലക്കുകളായാലും വേണ്ടിയില്ല, ജിന്നുകളായാലും വേണ്ടിയില്ല, മനുഷ്യനായാലും വേണ്ടിയില്ല, മഹാന്മാരെ, അഈനൂനി, എന്നെ നിങ്ങൾ സഹായിക്കണേ എന്ന് 1 വട്ടമല്ല 3 വട്ടം വിളിക്കണമെന്ന് തൊബറാനിയുടെ റിപ്പോർട്ടിൽ കാണാം. ഇത് ആ ഹദീസിന്റെ സനദ് ചോദ്യം ചെയ്തുകൊണ്ട് തള്ളിയാൽ പോരാ. മുസ്ലിം ഉമ്മത്ത് ഇതുവരെ ചെയ്തു പോന്ന അമലാണ്. മുസ്ലിം ഉമ്മത്ത് ഇതുവരെ ചെയ്തു പോന്ന അമലാണ്. ഈ ഷിർക്കാണോ പണ്ഡിതന്മാരവരെ ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരി അടക്കം കൊണ്ടുവന്നത്? ഈ ഷിർക്കാണോ ഇമാമിങ്ങൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ചത്? ഈ ഷിർക്കാണോ സ്വഹാബത്ത് പഠിപ്പിച്ചത്, മുത്തുനബി പഠിപ്പിച്ചത്? വല്ലാത്ത വേദനയുണ്ട് ഷിർക്കാരോപിക്കപ്പെടുമ്പോൾ. ജീലാനി തങ്ങൾ പറഞ്ഞില്ലേ, ബിശ്റുൽ ഖുർളിയോട് ബഹ്ജത്തുൽ അസ്റാറിൽ കാണാം. ജീലാനി തങ്ങൾ പറയുന്നു ബിശ്റുൽ ഖുർളിയോട്, ഇദാ വഖഅത ഫീ ശിദ്ദ, നിന്റെ യാത്രയിൽ നിനക്ക് വല്ല പ്രശ്നവും സംഭവിച്ചാൽ ഫൽയുനാദിനി, വിളിച്ചു കൊള്ളണം കേട്ടോ, യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കണം.
എന്താ ഇബാദല്ലാഹിൽപ്പെട്ടതാണ് അവര്. യാ ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കണം. ആ യാത്രയിലുണ്ടായ വലിയൊരു വിഷമഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ വിളിക്കുന്നു. എല്ലാ കൂട്ടുകാരും നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് ബേജാറായി വിജനമായ ഒരു മരുഭൂമിയിൽ നിൽക്കുമ്പോൾ ഫതദക്കർതു ഖൗല സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി, എൻ്റെ സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ വാക്ക് എനിക്ക് ഓർമ്മ വന്നു. എന്താണ് വാക്ക്? ഇദാ വഖഅത ഫീ ശിദ്ദത്തിൻ ഫനാദിനി, നിനക്ക് വല്ല വിഷമം വന്നാൽ എന്നെ വിളിക്കണം. അത് മുത്തുനബി പഠിപ്പിച്ചതാണ്. ആരാരും സഹായിക്കാനില്ലാത്ത സ്ഥലത്തെത്തിയാൽ, വിഷമത്തിൽ കുടുങ്ങിയാൽ, മൻ അറാദ ഔനൻ ഫല്യുനാദി, വിളിക്കണം അവൻ യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കണം. അതിൻ്റെ ഒരു ഭാഗമാണ് ഇതും. യാ ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കാം. എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. എൻ്റെ കൂടെയുള്ള യാത്രക്കാർ മുഴുവനും നഷ്ടപ്പെട്ടിരുന്നു. ആ ടൈമിലാണ് ഞാനത് വിളിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഈ ഓർമ്മ വന്ന ഉടനെ തന്നെ ഞാൻ വിളിച്ചു, യാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ജിമാലി മർറത്ത്, യാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ജിമാലി മർറത്ത്, യാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ജിമാലി മർറത്ത്. 3 പ്രാവശ്യം വിളിക്കാനാ മുത്ത് റസൂലുള്ള പറഞ്ഞത്. ആരെ? അള്ളാഹുവിനെ വിളിക്കാനല്ല, അത് എപ്പോഴും വിളിക്കേണ്ടതാണ്. അള്ള വിളിക്കാൻ പറഞ്ഞവരെ വിളിക്കണം. അള്ളാഹു പറയാതെ മുത്തുനബി ഒന്നും പറയില്ല. ആ വാക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ ജീലാനി തങ്ങൾ ഫല്യുനാദി, എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. വിളിച്ചു. ഉടനെ തന്നെ എൻ്റെ നഷ്ടപ്പെട്ട ഒട്ടകങ്ങൾ എനിക്ക് ദൂരമുള്ളൊരു മലയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി എന്ന് ബഹജത്തുൽ അസ്റാറിൽ കാണാം. ഞാനങ്ങനെ നോക്കുമ്പോ ആ മലമുകളിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു വെള്ള വസ്ത്രധാരിയായ മനുഷ്യൻ. ആരാരുമില്ലാത്ത വിജനമായ സ്ഥലത്ത്, ജനങ്ങളില്ലാത്ത സ്ഥലത്ത് ഒരാൾ നിന്നിട്ട് എന്നെ മാടി വിളിക്കുന്നത് കാണുന്നു. വല്ലാത്ത സന്തോഷം. ഞാൻ ആ മലയിലേക്ക് ചെന്നു, ആ കുന്നിലേക്ക് ചെന്നു. കയറാൻ പ്രയാസമുണ്ട്. കഷ്ടത്തോടുകൂടെ കയറി മെല്ലെ മെല്ലെ ഞാനങ്ങനെ കയറി ചെന്ന് മുകളിലെത്തി നോക്കുമ്പോ ആരും അവിടെയില്ല. കറക്റ്റ് എന്നെ ഒരാൾ വിളിച്ച് എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഞാൻ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ മലമുകളിൽ കയറിയത്. അയാൾ എന്തെങ്കിലും സഹായം ചെയ്യുമോ എന്ന നിലക്ക് എൻ്റെ 5 ഒട്ടകങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളുണ്ട്. അത് എൻ്റെ സാധനങ്ങളല്ല, മറ്റുള്ള കച്ചവടക്കാരെ ഏൽപ്പിച്ച അവർ തന്ന കാശിന് വാങ്ങിയ സാധനങ്ങളാണ്. ഈ 5 ഒട്ടകങ്ങളാണ് ടെൻ്റടിച്ചൊന്ന് ഉണർന്നു നോക്കുമ്പോൾ കാണാതെയായത്. കൂട്ടുകാരായ കാഫില മുഴുവനും പോയിരിക്കുന്നു. ഞാൻ നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാൻ? ഇവിടെ കിടന്ന് മരിക്കുക, അല്ലെങ്കിൽ എൻ്റെ സാധനം കിട്ടുക. അപ്പോഴാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരാളെന്നെ, വെള്ള വസ്ത്രധാരിയായ ഒരാളെന്നെ മാടി വിളിക്കുന്നു. ഞാനങ്ങനെ ചെന്ന് ആ മലമുകളിലേക്ക് വലിയ പ്രയാസം പിടിച്ച് കയറി മുകളിലെത്തിയപ്പോൾ ഒന്നുമില്ല, അവിടെ ആരുമില്ല. അപ്പം ഞാൻ ആ മലമുകളിലൊന്ന് നടന്നു നോക്കി. അപ്പോൾ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയിൽ ചെന്നപ്പോൾ എൻ്റെ 5 ഒട്ടകങ്ങളും അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ്. രാത്രിയിൽ തളക്കാത്തത് കൊണ്ട് അവരങ്ങനെ നടന്നുപോയി. അവർ കയറിപ്പോയി. ആ മലമുകളിലേക്ക് കയറാൻ ഏറ്റവും കഴിയുന്നൊരു ജീവിയാണ് ഒട്ടകമെന്ന് പറയുന്ന ജീവി. അറേബ്യയിലുള്ള പോയവർക്കൊക്കെ അറിയാലോ, 6 സൗറിൻ്റെ അവിടെ കാണും ഒട്ടകം. നമുക്ക് കയറാൻ കുറേ പ്രയാസം. 6 ഹിറൻ്റെ അവിടെ കാണും ഒട്ടകം. ഞാൻ 2 ഒട്ടകം കണ്ടു. മഹാനായ അലീഷത്തുനൂഫ് ഇത് പറയുന്നു. മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കാൻ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടോ? ഇതിപ്പോൾ എവിടെ പറഞ്ഞത്? അലീഷത്തുനൂഫി തങ്ങൾ സനദുദ്ധരിച്ചാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ പറഞ്ഞു, ആളുകാരാളെ ഐദീദ് തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു വഹാബി നേതാവ് ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, അലീഷത്തുനൂഫി നിരീശ്വരവാദിയാണ്. നഊദു ബില്ലാഹ്. അത് ഉദ്ധരിച്ച് നമുക്ക് തന്നെ കുറ്റമായി പോകും. ആരാണ് ഈ അലീഷത്തുനൂഫി എന്ന് പറഞ്ഞാൽ? അത് പറയേണ്ടത് ആരാണ്?
കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ അലീഷത്ത് നൂഫിയെ സംബന്ധിച്ച് നിരീശ്വരവാദിയാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു രേഖയുണ്ടോ എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ച് പറയേണ്ടത് അവരെ നാട്ടുകാരല്ലേ, അല്ലെങ്കിൽ അവരെ ചരിത്രം പഠിച്ചവരല്ലേ. ഇമാം സുയൂത്തി അവിടുത്തെ ഹുസ്നുൽ മുഹാളറ ഫീമൻ ആഷ ഫീ മിസ്ര വൽ ഖാഹിറ എന്ന 2 വാള്യമുള്ളൊരു ഗ്രന്ഥമുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്നു, അലീഷത്ത് നൂഫി എന്ന് പറഞ്ഞാൽ ആളായിരുന്നോ? ഷെയ്ഖുൽ ഖുറാഇ ബിൽ അസ്ഹർ, ജാമിഉൽ അസ്ഹറിലെ ഖുർആൻ പഠിപ്പിച്ചിരുന്ന ഉസ്താദായിരുന്നു, ഖുർആൻ പണ്ഡിതന്മാരുടെ ഷെയ്ഖായിരുന്നു. തകാസറത്ത് അലൈഹി ത്വലബ, എത്ര വിദ്യാർത്ഥികളാണ് മൂപ്പർക്കുള്ളത്, കണക്കും കൈയില്ലാത്ത വിദ്യാർത്ഥികളുണ്ട്. ഇത് ഇമാം സുയൂത്തി, ജലാലുദ്ദീൻ സുയൂത്തി ഈജിപ്തിൻ്റെ ചരിത്രം എഴുതിയതാണ്. ആ അലീഷത്ത് നൂഫിയെ സംബന്ധിച്ചാണ് നിരീശ്വരവാദി എന്ന് കണ്ണടച്ച് പറയുന്നത്. കാരണം ഇതൊക്കെ നിഷേധിക്കണം. അലീഷത്ത് നൂഫിയുടെ ബഹിജ, ഈ ബഹിജ പണ്ഡിത ലോകം അവലംബമാക്കി, ജീലാനി തങ്ങളുടെ ചരിത്രത്തിന് അവലംബമാക്കിയവരാണ്. ഹാഫിദുദ്ദുന്യ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ അബ്ദുൽ ഖാദിർ എന്ന കിതാബ് ഹാഫിദുദ്ദുന്യ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ എഴുതിയതാണ്. വല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് വല്ലാതെ പഠിച്ചൊരു പണ്ഡിതനാണ് ഇബ്നു ഹജർ എന്ന് വഹാബികൾ അംഗീകരിക്കുന്ന കാര്യമാണ്. അവർ ജീലാനി തങ്ങളുടെ ചരിത്രത്തിന് ഞാൻ ആധാരമാക്കുന്നത് അലീഷത്ത് നൂഫിയുടെ ബഹിദയാണെന്ന് ഖിബത്തത്തുൻ നാളിറിൻ്റെ മുഖവരയിൽ പറയുന്നത് കാണാം. ഞാൻ വായിച്ചവനാ. അപ്പം അവർക്കൊക്കെ വലിയ അംഗീകാരമുള്ള പണ്ഡിതനാണ്, ആരടിയിലും തർക്കമില്ലാത്തൊരു പണ്ഡിതനാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ജീലാനി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് അങ്ങ് പറയല്ല. എന്നോട് ഇന്നാൾ പറഞ്ഞു, അവരോട് ഇന്നാൾ പറഞ്ഞു, അവരോട് ഇന്നാൾ പറഞ്ഞു, അവരോട് ഇന്നാൾ പറഞ്ഞു, ഇങ്ങനെയല്ലാതെ ഒരു ചരിത്രവും ബഹിജയിൽ കാണാൻ കഴിയില്ല. ആ ചരിത്ര കിതാബിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. അത് അവലംബമാക്കിയാണ് ഞാൻ കിതാബ് എഴുതുന്നത് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജീലാനി തങ്ങളുടെ ചരിത്രത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനി 2 കിതാബ് എഴുതിയിട്ടുണ്ട്. ജീലാനി തങ്ങളെ പരിചയപ്പെടുത്തണ്ടല്ലോ വെച്ചാ നമ്മളെ കോളനിക്കാർക്ക്. അൽഹംദുലില്ലാ, നമ്മളെ കുഞ്ഞാലമൂല്യരല്ലേ റാത്തി പഠിച്ചീന് അല്ലേ? അതെ, അനുജൻ ഇവിടെ ഉണ്ട്. അനുജൻ ഇപ്പം റാത്തി നടക്കലില്ലേ? നടക്കലുണ്ട് അല്ലേ? ഉഷാറായി നടക്കലുണ്ടായിരുന്നു. നടത്തണം. നമ്മളെ നാടിന് അതൊരു കാവലാണ്. ജീലാനി തങ്ങളുടെ നാടായതുകൊണ്ടാണ് ഇതൊക്കെ, ഈ സ്ഥാപനമൊക്കെ ഇവിടെ വന്നത്. ജീലാനി തങ്ങളെ മക്കളാണ് മഹാനായ ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹിയൊക്കെ. അവരെ വഴിയിലൂടെ ജീവിച്ചത് കൊണ്ട് എത്തിയതാ ആ സ്റ്റേജിലേക്കൊക്കെ. ഞാൻ വന്ന കാലത്ത് ഇവിടെ ഈ ജീലാനി തങ്ങളെ പരിപാടിക്ക് 3-4 ദിവസത്തെ വാള് പരിപാടി ഉണ്ടാവും. അപ്പോൾ കുഞ്ഞാലന മൊയ്ലിയർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, ഉസ്താദേ റാത്തിബുണ്ട്, നിങ്ങൾ വരണം, ഒരു ദിവസം നിങ്ങൾ വാള് പറയണം. അന്ന് എനിക്ക് വാള് പറയാനൊന്നും ഇപ്പം കിട്ടുന്നല്ല, അന്ന് അങ്ങനെയൊന്നും പറയാൻ കിട്ടൂല. ഇവിടെ വരുന്ന കാലത്തൊക്കെ ഒരു ചെറിയ മട്ടത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുള്ളൂ. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിലൊക്കെ കുത്തലൊക്കെ ഉണ്ട്, അതിൻ്റെ മതപരമായ വിധി എന്താണെന്ന് നിങ്ങൾ പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുത്തുന്നുണ്ട് വെച്ചിട്ട് ഞാൻ പ്രസംഗിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്തും കണ്ടാ കുത്തുന്നു ഞാൻ അറിയില്ലല്ലോ. കുത്താൻ പറ്റിയതുണ്ട്, കുത്താൻ പറ്റാത്തതുണ്ട്. കത്തിയോണ്ട് കുത്താൻ പറ്റിയവരുണ്ട്, പറ്റാത്തവരുണ്ട്. ഖാലിദ് റളിയല്ലാഹു അൻഹു കടുത്ത വിഷം കഴിച്ച സംഭവം ഇസ്ലാമിലുണ്ട്. ശർഉൽ അഖായിദിൽ പറയുന്നുണ്ട്.
അത് വിഷം കുടിക്കൽ ഹറാമല്ലേ, പക്ഷെ കുടിച്ചിട്ടുണ്ട്. വിഷം കുടിക്കൽ ഹറാമാണ്. ലാ തുൽഖു ഐദീകും ഇലാ തഹ്ലുകാന. ശരീരം അപകടപ്പെടുന്ന ഒന്നിലേക്കും ശരീരത്തിന് കൊണ്ടുപോകൽ ഹറാമാണ്. ഈ കടുത്ത വിഷം കുടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ പ്രചരിപ്പിച്ച ആ സംഭവം ഷർഹുൽ അഖായിദിൽ സഅദുദ്ദീൻ തഫ്താദാനി തങ്ങൾ പറയുന്നുണ്ട്. ഇബ്നു തൈമിയ അൽ ഫുർഖാനിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു തൈമിയക്ക് ആരും കണ്ടുകൂടാ, അങ്ങനത്തെ മനുഷ്യൻ ഉദ്ധരിക്കുന്നുണ്ട്. കുറേ കിതാബുകളിൽ ആ സംഭവമുണ്ട്. അപ്പോൾ കത്തിയോണ്ട് കുത്താൻ പറ്റിയവരുണ്ട്, പറ്റാത്തവരുണ്ട്. അത് തുഹ്ഫയിലും ചർച്ചയുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത് പറ്റുമോ പറ്റൂലേ? പറ്റൂല എന്ന് ചിലരൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ നിർത്തിച്ച് ഞങ്ങൾ ആയുധങ്ങളൊക്കെ സദസ്സിൽ കൊണ്ടുവന്ന് വെക്കും. ഞങ്ങളാരും കുത്തലും മുറിച്ചലൊന്നുമില്ല. ചില ആൾക്കാർ അതിനെതിരിലുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിൻ്റെ മതപരമായ നിയമങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഉസ്താദ് കിതാബ് ഉദ്ദേശിച്ചുകൊണ്ട് പറയണമെന്നറിയും. ഞാൻ പറയാന്നുള്ളത് എനിക്ക് നിങ്ങളെ റാത്തിബിൻ്റെ ഏടൊന്ന് കാണണം. ഒന്ന്. രണ്ടാമത്തെ 1-2 ദിവസം കഴിഞ്ഞിട്ടേ പറയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞോളാം നിങ്ങളോട് പറയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയില്ല എന്ന് തന്നെ പറയും. ഞാൻ ആ ഏട് കൊണ്ടുവന്ന് കയ്യിൽ തന്നു. ആ ഏട് ഫുള്ള് പരിശോധിച്ചു. എൻ്റെ ദൃഷ്ടിയിൽ അബദ്ധങ്ങളൊന്നും കണ്ടില്ല. പിന്നെ അപ്പോൾ റാത്തിബ് കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പഠിച്ചതനുസരിച്ച് പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. പിന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അതിന് പോകണ അന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിന്ന് നിങ്ങളെ കുത്തിനെ സംബന്ധിച്ച് അനുകൂലിച്ച് പ്രസംഗിക്കാനാണ് പോകുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിനോട് ചോദിച്ചാൽ കുഞ്ഞാലും മല്ലാക്കാനെ ഞാൻ ചൂണ്ടിക്കാണിക്കിട്ടോ, നിങ്ങളാണ് പറഞ്ഞതെന്ന് പറയും. എന്തേ ചോദിച്ചു. ഒന്നുമില്ല, അത് മാരണപ്പണിക്കാർക്ക് കഴിയുന്ന ഒന്നാണ്. അത് സിഹ്ർ കൊണ്ട് സാധിക്കുന്ന ഒന്നാണ്. അത് അതേപോലെ തന്നെ സേവ കൊണ്ടും കഴിയുന്ന ഒന്നാണത്. കറാമത്ത് കൊണ്ടും കഴിയുന്ന ഒന്നാണത്. 3 നിലക്കും ആവാം. നിങ്ങൾക്ക് സേവല്ലല്ലോ? ഉണ്ടോ? എന്ത് സേവ ഉസ്താദേ? നമുക്ക് എന്ത് സേവ? ഒന്നും ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് മാരണപ്പണി അറിയുമോ? സിഹ്ർ അറിയുമോ? നമ്മളതിങ്ങനെ ഒരു വിഷയം ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ മഹാന്മാരെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ശരീരത്തിൽ കുത്തുന്നു, അത് താനെ കൂടുന്നു എന്ന അനുഭവമല്ലാതെ വേറൊന്നുമില്ല. ഞങ്ങളെ കത്തിമ്മൽ വല്ല കളി നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഉസ്താദിൻ്റെ കയ്യിൽ ഞാൻ കത്തി തരാം, അല്ലെങ്കിൽ ഉസ്താദ് ഒരു കത്തി കൊണ്ടുവരും എവിടുന്നെങ്കിലും. എന്നിട്ട് എൻ്റെ പള്ളക്കൊന്ന് കുത്തി റാത്തിബിൻ്റെ സാസിൽ മുപ്പര് പറയാം കുത്തി, സമ്മതാണ്. അങ്ങനെ കുത്തിയിട്ട് എൻ്റെ കുത്താൻ ഞാൻ സമ്മതം തരാം. എന്നിട്ട് ഇത് ഞാൻ കത്തിൻ്റെ കളിയാണെന്ന് അറിയാനാണെങ്കിൽ അങ്ങനെ നടക്കുമല്ലോ. കോളനിയിലെ അങ്ങാടിയിൽ വെച്ച് ഞാൻ വെല്ലുവിളിക്കാൻ തയ്യാറാണ്, അദ്ദേഹം എന്നോട് പറയാം. അപ്പോൾ എനിക്ക് മനസ്സിലായി, മഹാനായ ഉമറുൽ ബസരി ഫത്വ കൊടുത്ത ബിഗയത്തുൽ മുസ്തർഷിദീനിൽ പറയുന്ന വിഷയമാണ് ഇവർ ചെയ്യുന്നത് എന്ന്. മറ്റു അന്വേഷണങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട്. എന്താ ഖൗമുൻ യന്തസിബൂന ഇലാ, ചില ഔലിയാക്കളിലേക്ക് ചേർന്നുകൊണ്ടുള്ള ചില ആളുകൾ, മിസ്ല അഹ്മദ് ബിൻ അലവാൻ അഹ്മദ് റിഫായി, അഹ്മദ് റിഫായി പോലുള്ളവരുടെ പേര് പറയും. യദ്രിബൂന സുദൂറഹും, അവരെ നെഞ്ചിനെ അവർ കുത്തും. ബിഹഞ്ചരിൻ, ഒരു കടാര കൊണ്ട് കുത്തും. ചിലർ ദബൂസ് എന്നൊക്കെ പറയും, ദബൂസ് കൊണ്ട് കുത്തും, കടാര കൊണ്ട് കുത്തും. അവർ സിഹ്ർ പഠിക്കാത്തവരും ആ വിദ്യകൾ അറിയാത്തവരുമാണെങ്കിൽ ഭൗതികമായി അതിന് വിദ്യയുണ്ട്. അത് പഠിക്കാതെ, അതൊന്നും പഠിച്ചിട്ടില്ല, സിഹ്ർ ഒന്നും പഠിച്ചിട്ടില്ല, അവർ ഈ മഹാന്മാരുടെ ഹളറത്തിൽ വെച്ച് അവരെ പേര് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഫഹിയ മിൻ ഹയ്യിസിൽ കറാമ,
അത് കറാമത്തിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഈ വാക്ക് പുലരുന്ന രൂപത്തിലായിരുന്നു കുഞ്ഞാലൻ മല്ലാക്കയും അല്ലാത്തവരും എന്നോട് സംസാരിച്ചത്. അന്ന് എൻ്റെ പ്രസംഗത്തിൽ ആ വിഷയം ഞാൻ കൊണ്ടുവന്ന് സംസാരിക്കുകയും പിന്നത്തെ റാത്തിബിൽ പിന്നെ എന്താണ് എന്ന് പറയാ, ആ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുകയും ചെയ്തു. അത് വലിയൊരു പുണ്യമായ കർമ്മമാണെന്നല്ല പറയുന്നത്, അതൊരു കറാമത്ത് പ്രകടനമാണത്. അല്ലാതെയും ചെയ്യാൻ കഴിയും, ഷിയാക്കൾ ചെയ്യുന്നുണ്ട്, കറാമത്തല്ല, അവർ ചെയ്യുന്നുണ്ട്. അതേപോലെ സേവയുള്ളവരാണ് അവർ, സേവ ചെയ്യുന്നുണ്ട്. അതേപോലെ മാരണത്തോടുകൂടെ ചെയ്യുന്നവരുണ്ട്. അതെല്ലാം ഉണ്ടല്ലോ. അത് ജീലാൻ നിങ്ങൾ കറാമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ആശ്ചര്യം എന്നല്ല അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഒരു വലിയിൽ നിന്ന് പ്രകടമാകുന്ന, ഒരു സാലിഹായ മനുഷ്യന് പ്രകടമാകുന്ന ആശ്ചര്യത്തിനാണ് കറാമത്ത് എന്ന് പറയുള്ളൂ. ഒരു അമുസ്ലിമിൻ്റെ ആക്കെന്നോ അല്ലെങ്കിൽ ഒരു തമ്മാടിയുടെ കയ്യിൽ നിന്നോ പ്രകടമായാൽ അതിൻ്റെ പേര് കറാമത്തെന്നല്ല. അപ്പം നമ്മളാരെങ്കിലും കയ്യിൽ നിന്ന് വല്ല ആശ്ചര്യങ്ങളുണ്ടായാൽ അത് കറാമത്തല്ല, അതിന് മഊനത്ത് എന്നാണ് പറയുക. ഒരു തമ്മാടിയുടെ കയ്യിൽ നിന്നുണ്ടായാലോ കറാമത്തല്ല, അതിൻ്റെ പേര് ഇസ്തിദ്റാജി എന്നാണ് പറയുക. പേരോണ്ട് മാത്രമല്ല, വിഷയം തന്നെ മാറി. ദജ്ജാൽ വന്ന് എന്തെല്ലാം ചെയ്യും, അതൊക്കെ കറാമത്താണോ? അപ്പം ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ വിളിക്കാൻ മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ്. ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ കാണാം, നിങ്ങൾക്കൊരു സഹായി ആവശ്യം വന്നാൽ ഫൽവിനാദിയ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയണം. അത് പറഞ്ഞിട്ട് വഹാബികൾ അവരുടെ പദാവാഹകരായ നേതാക്കന്മാരെ കൂട്ടത്തിലെണ്ണിയ അല്ലാമ ഷൗക്കാനി പറയുന്നു, റവാഹുൽ ബസ്സാർ ബിസനദിൻ സഹീഹ്, സഹീഹായ സനദാണ് അതിൻ്റെ സനദ്, തർക്കിക്കാൻ പറ്റൂല. ഇപ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിക്കാൻ സഹീഹായ സനദിലൂടെ റിപ്പോർട്ട് ചെയ്തത് തുഹ്ഫത്തുൽ ദാക്കിരീൻ പോലുള്ള കിതാബ് നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പം അള്ളാഹിൻ്റെ റസൂലിനെ വിളിക്കൽ അത് വലിയൊരു പുണ്യമായ കാര്യം കൂടിയാണ്. വെറും സുന്നത്ത് മാത്രമല്ല, ഭയങ്കര ഫലമുള്ള കാര്യമാണ്. സ്വഹാബത്തൊക്കെ അങ്ങനെ ചെയ്തതാണ്. വാ മുഹമ്മദ് നബിയല്ലേ വിളിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഇസ്തിഗാഥയാണെന്ന്, ഇസ്തിഗാഥയിലൂടെയാണ് ആ കാര്യം നടക്കുന്നതെന്ന് മുല്ല അലിൽ ഖാരി ഷിഫ എന്ന ഗ്രന്ഥത്തിൻ്റെ വിശദീകരണത്തിൽ എഴുതിയത് കാണാം. ഒരു മനുഷ്യൻ്റെ ഇടയിലും തർക്കമില്ല. നബവി ഇമാമ് ഹജ്ജ് യാത്രക്കായിട്ട് ഹജ്ജിനായിട്ടൊരു കിതാബ് എഴുതിയിട്ടുണ്ട്, അൽ ഇലാഹ് എന്ന കിതാബ്. ആ അൽ ഇലാഹ് എന്ന കിതാബിൻ്റെ തുടക്കത്തിൽ യാത്രക്കാരുടെ അദബുകൾ, ഹജ്ജിന് പോവുക മാത്രമല്ല മറ്റ് യാത്രക്കാരുടെ അദബുകൾ പറയുന്നുണ്ട്. അദബ് പറയുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, നിൻ്റെ വണ്ടി എന്തെങ്കിലും ഇടച്ചിൽ നടന്നാൽ, നിൻ്റെ ഒട്ടകം പോലുള്ള വണ്ടികളെല്ലാം അന്നുള്ളത്, ഇടച്ചിലുണ്ടായാൽ നീ വിളിക്കണം, യാ ഇബാദല്ലാഹ് ഇഹ്ബിസു, യാ ഇബാദല്ലാഹ് ഇഹ്ബിസു, യാ ഇബാദല്ലാഹ് ഇഹ്ബിസു സലാസൻ, 3 പ്രാവശ്യം വിളിക്കണം. അവിടുത്തെ അദ്കാറെടുത്ത് നോക്ക്. എന്നിട്ട് ഇമാം പറയാണ്, എൻ്റെ ഉസ്താദുമാരിൽ പലരും ഇത് ചെയ്തവരാണ്, ഇവരൊക്കെ മുശ്രിക്കാക്കണ്ടേ? അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ എൻ്റെ വണ്ടിയെ തളച്ചു തരണം, പിടിച്ചു തരണം, ഒട്ടക ഇടഞ്ഞിരിക്കുന്നു, അതിനെ സമാധാനിപ്പിച്ച് തരണം, പിടിച്ചു തരണം, തടഞ്ഞു തരണം എന്ന് പറയണം. അത് സുന്നത്താണ്. യാത്രക്കാർക്ക് അങ്ങനെ സംഭവിച്ചാൽ സുന്നത്താണ്. എന്നിട്ട് നൈമാൻ പറയാണ്, എനിക്കും അങ്ങനെ അനുഭവമുണ്ട്. ഞാനും ഇങ്ങനെ എൻ്റെ വണ്ടി ഇങ്ങനെ പ്രശ്നമായപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ ഇങ്ങനെ വിളിച്ചപ്പോൾ എൻ്റെ വണ്ടിയെ പിടിച്ചു വെച്ച പോലെ അവിടെ നിന്നുപോയി. ഇങ്ങനെ നബിമാമ് ചെയ്തു, അവർ ഉസ്താദുമാർ ചെയ്തു, മുസ്ലിം ഉമ്മത്ത് ചെയ്തു, ഇവരെല്ലാവരും ചെയ്തു, മുത്തുനബി ചെയ്യാൻ കൽപ്പിച്ചു, സഹിയായ സനദ് കൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് ബസ്സാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ സംബന്ധിച്ച് മജ്മുഅയിലും മറ്റും പറഞ്ഞതും മറ്റും ഷൗക്കാനി ഉദ്ധരിക്കുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും മുത്ത് റസൂലുള്ളാഹി തങ്ങളും മുസ്ലിം ലോകവും
അള്ളാഹുവിനെയും മഹാന്മാരെയും മുത്തുനബിയും വിളിക്കുക എന്നുള്ള ആശയം പറഞ്ഞിട്ട് ആ ആശയത്തിൻ്റെ എതിരിൽ പറയുന്നവൻ മുസ്ലിം ഉമ്മത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ എതിരിൽ പറയുന്നവനാണ്. അവർ ഇസ്ലാമിൻ്റെ പുറത്തേക്കുള്ള ആശയം പറയുന്നവരാണ്. അവർക്ക് സത്യമായ വഴിയല്ല അവരുള്ളത്. അതുകൊണ്ടാണ് ഇജ്മാഇൻ്റെ, മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജ്മാഇൻ്റെ ഹർക്കായ വാക്കാണത്. ഒരു പക്ഷേ അത് വലിയ കഴിവുള്ള ആളുകളായിരിക്കും പറഞ്ഞത്. ഷാഫി മദ്ഹബിൽ അങ്ങനെ ഒരാൾ, ഷാഫി മദ്ഹബിൻ്റെ ഉസൂല് ഉയർന്ന ആളുകളിൽ ഒരു ആളല്ലാതെ ഈ അബദ്ധം പറഞ്ഞിട്ടില്ല. ഇറാഖി എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ട്. ഇറാഖികൾ പലരുമുണ്ട്. അതിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അത് വലിയ അബദ്ധമാണ്. ഇമാം ഷാഫിയുടെയും ഇജ്മാഇൻ്റെയും ഇമാം ഷാഫിയുടെ ഖായിദക്കുമെതിരിൽ അസ്ഹാബിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ അത് ഷാദാണെന്നും അത് എടുക്കാൻ പാടില്ല എന്നുമാണ്. അത് എല്ലാവർക്കും, അടിസ്ഥാന ശാസ്ത്രം അറിയുന്നവർക്കെല്ലാം അറിയാം. അത് അദ്ദേഹം പറഞ്ഞതാണ്, അവർ പറഞ്ഞതാണെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാനിങ്ങനെ വായിച്ചപ്പോൾ കണ്ടതാണ്. ആരെങ്കിലും കൂട്ടിച്ചേർത്തോ അല്ലാഹു ആലം. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നത് തന്നെ വലിയ പുണ്യമാണ്. അവിടുത്തെ പേര് പറഞ്ഞാൽ മതി, മഹാന്മാരെ പേര് പറഞ്ഞാൽ മതി. ഉഹുദ് മലയുടെ മുകളിലൂടെ മുത്തുനബി നടക്കുന്നു. ആ നടക്കുന്ന ടൈമിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പറയുന്നു, ആ മല കിടുങ്ങുകയാണ്. മുത്ത് റസൂലുള്ളാഹി തങ്ങൾ കയറിയപ്പോൾ, ഉഹുദ് മല നമ്മളെ സ്നേഹിക്കുന്ന മലയാണ്. മുത്തുനബി പറഞ്ഞിരിക്കുന്നു, വഹാബിൻ്റെ തലയിൽ അത് കൊള്ളൂല, വഹാബിൻ്റെ തലയിൽ അത് കൊള്ളൂല, അമുസ്ലിമിൻ്റെ തലയിലും കൊള്ളൂല. രണ്ടും കണക്ക് തന്നെയാണ്, ഒരേ നാണയത്തുട്ടിൻ്റെ രണ്ട് ഭാഗമാണ്. ഞാനത് സമർത്ഥിക്കാൻ ഇൻഷാ അല്ലാഹ് കഴിയും, ഞാനതിലേക്ക് പോകുന്നില്ല. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറിയപ്പോൾ ആ പർവ്വതം ഉഹുദ് മല മുത്തുനബിയെ സ്നേഹിക്കുന്നു, നമ്മൾ ഉഹുദ് മലയും സ്നേഹിക്കുന്നു. അത് സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അരികിലാണുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വഹീഹ ഹദീസാണ്. ആ ഉഹുദ് മലയുണ്ടല്ലോ, അത് കിടുങ്ങി, അത് സന്തോഷം കൊണ്ട് കിടുങ്ങി എന്നാണ് മുഅ്മിനി ഇമാമിങ്ങളിൽ അധിക പേരും പറഞ്ഞത്. കിടുങ്ങിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് ഉസ്ബുതി യാ ഉഹദ്, നിൽക്കുക അവിടെ. അല്ലാഹുവേ നിർത്തണേ അല്ലാഹുവേ എന്നൊന്നുമല്ല പറഞ്ഞത്, നിൽക്കുക അവിടെ. ഉസ്ബുതി യാ ഉഹദ്, നിൽക്കുക അവിടെ. ഫഇന്നമാ അലൈക നബിയ്യും വസിദ്ദീഖും വശഹീദാൻ, നിന്റെ മുകളിലുള്ളത് ഞാനാകുന്ന നബിയാണ്, സിദ്ദീഖ് തങ്ങളാണ്, വശഹീദാൻ രക്തസാക്ഷികളാകാൻ പോകുന്ന രണ്ടാളുകൾ. എന്നാണ് അവർ രക്തസാക്ഷികളാകുന്നത്? എത്ര കാലം കഴിഞ്ഞിട്ടാണാകുന്നത്? ഉസ്മാൻ തങ്ങൾ, ഉമർ തങ്ങൾ അവരെ പറ്റി പറഞ്ഞത് വശഹീദാൻ. ഇത് ഹിറാ മലയുടെ മുകളിലുണ്ടായ സംഭവവും സഹിയായി വന്നിരിക്കുന്നു. രണ്ട് ഘട്ടമുണ്ടായിട്ടുണ്ടെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ എഴുതുന്നു. അപ്പോൾ മഹാന്മാരുടെ പേര് പറഞ്ഞാൽ, മഹാന്മാരുടെ പേര് പറഞ്ഞാൽ, സിദ്ദീഖുകളുടെ പേര് പറഞ്ഞാൽ, ശുഹദാഇന്റെ പേര് പറഞ്ഞാൽ, ഔലിയാക്കളുടെ പേര് പറഞ്ഞാൽ ഭൂകമ്പം നിന്നു പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ആ കൂട്ടത്തിൽ ഏറ്റവും വലിയതാണ്. അതല്ലേ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഒരു കപ്പലിൽ യാത്ര തുടരുമ്പോൾ ആ കപ്പലിന് വലിയ കാറ്റ് പിടിപെട്ടു. ഇന്നത്തെ പോലുള്ള സൗകര്യമുള്ള കപ്പലല്ല, കപ്പലിന് കാറ്റ് പിടിപെട്ടു. ആ കപ്പൽ ആടിക്കളിക്കാൻ തുടങ്ങി. യാത്രക്കാർ അട്ടഹസിച്ച് കരയാൻ തുടങ്ങി. എന്താണ് അട്ടഹാസത്തിൽ അവർ പറയുന്നത്? അസ്ഖലാനി തങ്ങൾ അടങ്ങുന്ന ആളുകൾ ചെയ്യുന്നത് എന്താണ്? വാ മുഹമ്മദ്, യാ മുഹമ്മദ്, നബിനെങ്ങനെ വിളിക്കാണ് അവർ കപ്പലിൽ നിന്ന്. അള്ളാഹിൻ്റെ റസൂലിനെ വല്ലാതെ വിളിച്ച് കരയുന്നു ഈ മുഅ്മിനീങ്ങൾ. അസ്ഖലാനി തങ്ങൾ പറയാണ്, അങ്ങനെ കരഞ്ഞുകൊണ്ട് ഞങ്ങൾ ജിദ്ദയിലേക്ക് പുറപ്പെടുന്ന കപ്പലാണ്. ആ പായക്കപ്പൽ കാറ്റ് കുടുങ്ങി, കാറ്റ് കപ്പൽ കൊണ്ട് കപ്പലങ്ങ് മറിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ
ഞങ്ങളങ്ങനെ കരഞ്ഞു വിളിച്ചു. കപ്പലിലുള്ളവർ മുഴുവനും വിളിച്ചു മൂമിനീങ്ങളായിരുന്നു. മൂമിനീങ്ങൾക്ക് അതാ ഓർമ്മാകുക. ലാ ഉദ്കറു ഇല്ലാ വതുദ്കറ മഈ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് വറഫഅനാ ലക ദിക്റക എന്നതിൻ്റെ മഅന മഹാൻ സഹാബത്ത് വ്യാഖ്യാനിച്ച, ഇബ്നു അബ്ബാസ് തങ്ങൾ വ്യാഖ്യാനിച്ചത്, മറ്റു പലരും വ്യാഖ്യാനിച്ചത് അങ്ങനെയാണ്. അതിനെ ഇമാം ഷാഫി വിശദീകരിച്ചത് എങ്ങനെയാണ്? എന്നെ ആര് ഓർക്കുന്നുണ്ടോ അതിൻ്റെ കൂടെ മുത്തുനബിയെ ഓർക്കാതിരിക്കയില്ല നബിയെ. ഇമാം ഷാഫി പറയുന്നു, ഒരു ത്വാഅത്ത്, ഒരു നന്മ ചെയ്യുമ്പോൾ അള്ളാഹിനെ ഓർക്കാതെ നന്മ ചെയ്യാൻ കഴിയില്ല, നന്മട്ട് ആവുകയുമില്ല. അപ്പോൾ മുത്തുനബിയെയും ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഒരു തിന്മയിൽ നിന്ന് പിന്മാറുമ്പോൾ അള്ളാഹിനെ ഓർക്കാതെ പിന്മാറാൻ കഴിയില്ല. അപ്പോൾ മുത്തുനബിയെയും ഓർക്കാതിരിക്കുകയില്ല എന്നാണ്. ഖൽബ് കൊണ്ടുള്ള ഓർക്കലാണിതെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി പറഞ്ഞത് റിസാലയുടെ തുടക്കത്തിൽ പറഞ്ഞു എന്ന് മഹാനായ ഇമാം ഖഫാജി തങ്ങൾ അവിടുത്തെ നസീമുർ റിയാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച് കാണാം. അള്ളാഹിൻ്റെ റസൂലില്ലാതെ അങ്ങ് അള്ളാഹിനെ കൊള്ള എത്താമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അള്ളാഹുവിനോട്ടുള്ള ബന്ധം അള്ളാഹു അവനെ തൊട്ട് മുറിച്ചു കളയുന്നതാണ്. നിസ്കാരത്തിൽ മുത്തുനബിയെ ഓർക്കണം. അള്ളാഹുവിനെ ഓർത്താൽ പോരാ, മുത്തുനബിയെ ഓർക്കാതെ നിസ്കാരമില്ല, നോമ്പില്ല, ഒരു അമലുമില്ല. മുത്തുനബിയെ ഓർക്കാത്ത നന്മ ചെയ്യുകയാണോ? മുത്തുനബിയെ ഓർക്കണം. തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയാണോ? മുത്തുനബിയെ ഓർക്കാത്ത ഒരു മുഅ്മിനും ഉണ്ടാവുകയില്ല. ഏതൊരു അമലിലും മുത്തുനബിയെ ഓർക്കാതെ വരില്ല. നിസ്കാരത്തിൽ മുത്തുനബി, അള്ളാഹുവിനെ ഓർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മുത്തുനബിയെ വരെ ഓർക്കരുത് എന്നാണ് തബ്ലീഗ് ജമാഅത്തിൻ്റെ അധ്യാപനം. എങ്ങനെയുണ്ട്? ലാ ഉദ്കറു ഇല്ലാ വതുദ്കറ മഈ. എന്നെ ഓർക്കാതെ എന്നെ ഓർക്കുമ്പോൾ തങ്ങളെ ഓർക്കാതിരിക്കില്ല നബിയെ, അങ്ങനെ സംഭവമില്ല എന്ന് അള്ളാഹ് പറയുന്നു. അത് ത്വാഅത്തിലും മാസിയത്തിലും അങ്ങനെയാണെന്ന്, മാസിയത്തിനെ തൊട്ട് വിട്ടു നിൽക്കുമ്പോഴും അങ്ങനെയാണെന്ന് ഇമാം ഷാഫി തങ്ങൾ പറയുന്നത്. ഇമാമിങ്ങൾ ഇത് അംഗീകരിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇമാം ഷാഫി പറഞ്ഞാൽ ലോകം അത് തള്ളിക്കളയുകയില്ല. അത്രയും വലിയ ഹദീസിൽ കഴിവുള്ളവരാണ് ഇമാമുന ഷാഫി തങ്ങൾ. അവിടെയാണ് തബ്ലീഗുകാരൻ്റെ അധ്യാപനം. ഓൻ തലയെക്കെട്ട് കണ്ടാലും അവൻ്റെ വാല് കണ്ടാലും അവൻ്റെ നിസ്കാര താമ്പ് കണ്ടാലും ഇപ്പം തന്നെ നാട്ട് സ്വർഗത്തേക്ക് കയറും തോന്നും. അതുകൊണ്ടൊന്നും ആയില്ല. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അവരുടെ മുഖത്ത്, അവരുടെ നെറ്റിത്തടത്തിൽ സുജൂദിൻ്റെ അടയാളം ഉണ്ടായിരിക്കുമെന്ന് ചിലർ തെറ്റിദ്ധരിച്ച് അർത്ഥം പറയാറുണ്ട്. അവിടെ തഫ്സീറിൻ്റെ ഉലമാവ് പറയുന്നുണ്ട്, നിസ്കാരത്താമ്പല്ലോ ഈ അടയാളം, അതല്ല, അത് നിലത്ത് വെച്ച് ചിലപ്പം വരുത്തിയാലുണ്ടാകുന്ന സാധനമാണ്. അതല്ല ഈ പറയുന്നത്, ഇതൊരു ആത്മീയമായ അടയാളമാണ്. അഹമ്മദ് സ്വാമി എഴുതിയതെടുത്ത് പരിശോധിച്ച് നോക്ക്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ റസൂലിനെ ഓർക്കാത്തൊരു അമല് നമുക്കില്ല, ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൽ മുസ്തഗ്രിഖാകാതെ അള്ളാഹുൽ മുസ്തഗ്രിഖാകുകയാണെങ്കിൽ, അള്ളാഹു ലയിക്കുകയാണെങ്കിൽ മുത്തുനബി ഇല്ലാതെ ലയിക്കാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അള്ളാഹുവിനെ തൊട്ട് അവൻ മുറിഞ്ഞു പോകുന്നതാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പറയുന്ന സദസ്സും ഒക്കെ ഇതേ സ്റ്റേജാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ കാബ് തങ്ങൾ വന്ന് പാട്ടുപാടിയില്ലേ? മഹാനായ സവാദ് തങ്ങൾ വന്ന് പാട്ടുപാടിയില്ലേ? സവാദ് റളിയല്ലാഹു അൻഹു, സവാദ് ബിൻ ഖാരിബ് എന്ന് പറയുന്ന സവാദ് മുത്ത് റസൂലുള്ളാഹിൻ്റെ അരികിൽ വന്ന് പാടിയ നീണ്ട പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? എത്ര നല്ല പാട്ട്. ആ പാട്ടിൻ്റെ ഇടയിൽ പറഞ്ഞു കാണാം, ഫകുല്ലി ഷഫീഅൻ യൗമ ലാ ദൂ ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ സവാദ് ബിൻ ഖാരിബി. നബിയെ കുല്ലി ഷഫീഅൻ, തങ്ങൾ എനിക്ക് ഷഫാഅത്ത് ചെയ്യുന്നവരാകണം.
അള്ളാഹിൻ്റെയൊക്കൊന്ന് എനിക്ക് എന്തെങ്കിലും വാങ്ങിത്തരണം എന്നല്ല പറയുന്നത്, മറിച്ച് എനിക്ക് തങ്ങൾ ശഫാഅത്ത് ചെയ്യണം. യൗമലാദു ശഫാഅത്തി ബിമുഗ്നിൻ, ആരും ഒന്നും ചെയ്യാൻ കഴിയാത്ത ദിവസത്തിൽ, ഫതീലൻ ഒരു കാരക്കക്കുരുവിൻ്റെ നടുവിലൂടെ പോകുന്ന ചെറിയ ആ നൂലിൻ്റെ അത്ര പോലും കഴിയാത്ത ടൈമിൽ, അഥവാ തീരെ കഴിയാത്ത ടൈമിൽ, അൻസവാദ് ബിൻ ഖാരിബി, സവാദ് ബിൻ ഖാരിബ് എന്ന് പറയുന്ന പാവമായ എനിക്ക് ഖാരിബിൻ്റെ മോനായി എന്നൊരു ഒന്നല്ലാതെ വേറെ ഒരു ഗുണവുമില്ലാത്ത പാവമായ സവാദ്, ആ സവാദിനിക്ക് തങ്ങൾ ശഫാഅത്ത് ചെയ്യണം നബിയേ. നമ്മളും പറയുന്നു അശ്ശഫാഅത അബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഖ്ലനാ ഇൻ വഅയാ സയ്യിദി ഖൈറൻ നബി. നബി തങ്ങൾക്ക് ലോകത്ത് ദൂരവ്യത്യാസമില്ല. റസൂലുള്ളാഹി തങ്ങൾ ഈ ഉമ്മത്ത് ചെയ്യുന്നതൊക്കെ കാണുന്നതാണ്. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. ന്യായത്ത് വഹാബിൻ്റെ കയ്യിൽ മൻസൂഖായി പോയോ എനിക്കറിയില്ല. വഖുൽ അഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. ഖുൽ നബിയെ തങ്ങൾ പറയുക, യഅ്മലൂ നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക, സയറല്ലാഹു അല്ലാഹു തആല കർമ്മങ്ങൾ കാണുന്നുണ്ട്, തീർച്ചയായും കാണുന്നുണ്ട്, വറസൂലുഹു റസൂലുള്ളാഹി തങ്ങളും കാണുന്നുണ്ട്, പിന്നീട് കാണുമെന്ന് അവിടെ അർത്ഥം പറയാൻ കഴിയൂല. സയറല്ലാഹു അല്ലാഹു പിന്നീട് കാണുമെന്ന് പറഞ്ഞാൽ ഒക്കൂല, കണ്ടേ പറ്റൂ. സയഖൂലു സുഫഹാഉ എന്ന് പറഞ്ഞ സ്ഥലത്ത് മുഫസ്സിറുകൾ പറഞ്ഞു കാണാം അസ്സീനുൽ തഅക്കീദി, അതാണ് സയറല്ലാഹു എന്ന് പറഞ്ഞ സ്ഥലത്ത് മുഫസ്സിറുകൾ പറഞ്ഞത്. അല്ലാഹു തആല കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും, റസൂലുഹു അല്ലാഹുവിൻ്റെ റസൂലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം മുത്തുനബിയുടെ മുമ്പിൽ തുറന്ന പുസ്തകമാണ്. തങ്ങൾ കാണാതെ നമുക്കൊരു നന്മ ചെയ്യാൻ കഴിയില്ല, തങ്ങൾ കാണാതെ നമുക്കൊരു തിന്മ ചെയ്യാനും കഴിയില്ല എന്ന് വ്യക്തമായ ഹദീസിൽ കാണാം. ഈ ഹദീസ് വായിച്ചിട്ട് മുൻഗാമികളായ ആളുകൾ കരയാറുണ്ടെന്ന് ഞാനല്ല പറയുന്നത്, വഹാബിയുടെ നേതാവായ ഇബ്നു ഖയ്യിം അയാളുടെ അറൂഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. നബി തങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ ജീവിതം, അപ്പം എന്തെല്ലാം അബദ്ധങ്ങൾ കണ്ടു കാണും. പക്ഷേ നല്ലത് കണ്ടാൽ ഞാൻ അൽഹംദുലില്ലാ അല്ലാഹുവിനെ സ്തുതിക്കും, ചീത്ത കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് പൊറുക്കലിനെ തേടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇങ്ങനെ നമ്മുടെ കാര്യത്തിൽ എപ്പോഴും കൃപയിലുള്ള വ്യക്തി ആരാണ് സഹോദരങ്ങളെ? ആര് നമ്മെ ഒഴിവാക്കിയാലും ഇൻഷാ അല്ലാഹ് മുത്തുനബി നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നഷ്ടമില്ല. ആര് നമ്മളെ കൈപിടിച്ചാലും മുത്തുനബി കൈവിട്ടാൽ നമുക്ക് ഒരു രക്ഷയുമില്ല, ആരും കൈപിടിക്കുകയുമില്ല. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൈ നമ്മളെങ്ങനെങ്കിലും പിടിക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സിലൊരിടം നമുക്ക് വേണം. വജഅൽനീ ഫീൽ ഖൽബിൽ ഇൻസാനിൽ കാമിൽ. ഇനി പൂർണ്ണതയില്ല, ആ അത്രയും വലിയ പൂർണ്ണതയിലേക്ക് എത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാണ് ഇൻസാനുൽ കാമിൽ. ഇൻസാൻ അക്മൽ എന്നല്ല പറയാറുള്ളത്. കാരണം എന്തുകൊണ്ട്? അവിടുത്തോട് തുല്യമായൊരു വിശേഷണമുള്ള ഒരാൾ സൃഷ്ടികളിലില്ല. അക്മൽ എന്ന അറബി പ്രയോഗം പറഞ്ഞാൽ മറ്റൊരാൾ ആ സ്ഥാനത്തുണ്ടെന്നും അതിൽ നിന്ന് ഉയർന്നവരാണെന്നും ആയിപ്പോകും. അതുകൊണ്ട് തന്നെ ഇൻസാനുൽ കാമിൽ എന്നാണ് മുത്തുനബിക്ക് പറയാറുള്ളത്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? ആയിഷ ബീവി പറയുന്നു, കാന ഖുലുഖുൽ ഖുർആൻ. മുത്ത് റസൂലുള്ളാഹിന്റെ ഖുലുഖ് സ്വഭാവം, അവിടുത്തെ അവസ്ഥ, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ അവസ്ഥ, അവിടുത്തെ പ്രകൃതി എന്നെല്ലാം പറയാം, അത് ഖുർആനായിരുന്നു. പല അർത്ഥങ്ങളും ഇതിന് പറഞ്ഞവരുണ്ട്. എന്നാൽ ആരിഫീങ്ങൾ പറഞ്ഞ അർത്ഥം എന്താണ്?
മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ആ മാനയാണ് ഉദ്ധരിക്കുന്നത്. പ്രധാനമായി എന്താണ്? നബി തങ്ങളുടെ ഒരു സ്വഭാവം എടുത്ത് അത് ലോകത്തിൻ്റെ മുമ്പിൽ വെല്ലുവിളിച്ചാൽ അതിന് മറുപടി ഉണ്ടാവുകയില്ല. തുല്യമായൊരു സ്വഭാവം ഒരാൾക്കില്ല, ഒരു സൃഷ്ടിക്കുമില്ല. സൃഷ്ടാവ് വേറൊരു ലോകത്താണ്, നമുക്കറിയാമല്ലോ സൃഷ്ടാവിൻ്റെ അവസ്ഥ. അവനെ പോലുള്ള ആരുമില്ല, ഉണ്ടാവാൻ സാധ്യതയുമില്ല. മുത്തുനബി അങ്ങനെയല്ല. മുത്തുനബിക്ക് ഉള്ളത് മുഴുവനും അള്ളാഹു കൊടുത്തതാണ്. അള്ളാഹിൻ്റെതോ അള്ളാഹുവിന് ആരും കൊടുത്തതല്ല, സ്വയം ഉള്ളതാണ്. മാത്രമല്ല അള്ളാഹുവിനുള്ളത് അള്ളാഹുവിൻ്റെ ദാത്തിൽ തന്നെ ഉള്ളതാണ്, ആരുടെയും സഹായത്താലല്ല. മാത്രമല്ല അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവാൻ സാധ്യതയുമില്ല, ബുദ്ധിപരമായി സാധ്യതയുമില്ല. മുത്തുനബി അങ്ങനെയല്ല, സൃഷ്ടിയാണ്, പിന്നീടുണ്ടായൊരു സാധനമാണ്. ആ ഏത് സൃഷ്ടിയും ഹാദിഥാണ്, അതിന് തുടക്കമുണ്ട്. മുത്തുനബിക്ക് തുടക്കമുണ്ട്. ആ തുടക്കമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങളെ പോലെ മറ്റുള്ളവർക്കും അള്ളാഹ്ക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്, സാധ്യതയുള്ളതാണ്. ബുദ്ധിപരമായി സാധ്യതയുണ്ട്, പക്ഷേ രേഖാപരമായി സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ ഇൻസാൻ കാമിലാണ്. അക്കുമൽ എന്ന് പറയുന്നതിന് അർത്ഥമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അക്കുമൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. നബിതങ്ങൾ അവിടുത്തെ ഏത് സ്വഭാവം എടുത്ത് നോക്കി പരിശോധിച്ച് അതിനെ ഇങ്ങനത്തെ ഒരു ചുണ്ട് നിങ്ങൾ ലോകത്ത് കണ്ടിട്ടുണ്ടോ എന്ന് വെല്ലുവിളിക്കാം, ഇങ്ങനത്തെ ഒരു മൂക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വെല്ലുവിളിക്കാം, ഇങ്ങനത്തെ ഒരു നാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇങ്ങനത്തെ ഒരു സംസാരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വെല്ലുവിളിക്കാൻ പറ്റിയ ഖുർആൻ വെല്ലുവിളിക്കുന്നത് പോലെ ഖുർആൻ എടുത്ത് ഇതുപോലുള്ളൊരു വാക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് പറയുന്നത് പോലെയാണ് നബി തങ്ങളുടെ സ്വഭാവം. ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരാളെ ലോകം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻസാനുൽ കാമിൽ മഹാന്മാരുടെ ദുആയിൽ കാണാം, ദലായിൽ ഖൈറാത്തിലൊക്കെ കാണാം, വജഅൽനീ ഫീ ഖൽബിൽ ഇൻസാനിൽ കാമിൽ. പടച്ചവനെ, കാമിലായ മനുഷ്യനായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ മനസ്സിലൊരു ചെറിയ ഇടം എനിക്ക് തരണേ അല്ലാഹ്. അള്ളാഹു അവിടുത്തെ മനസ്സിൽ നമുക്കൊരു കബൂല് തരുമാറാകട്ടെ. ഉമ്മമാരെ അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്, സഹോദരിമാരെ അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്, എൻ്റെ സഹോദരന്മാരെ അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. മുത്തുനബിൻ്റെ കൽബിൽ ഒരു ചെറിയ സ്നേഹം എനിക്ക് കിട്ടണം. ഇതാണ് നമ്മുടെ ജീവിതം, അതിനായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ആ ജീവിതത്തിൽ തെറ്റുകൾ വരികയില്ല, ആ ജീവിതത്തിൽ കുറ്റങ്ങൾ വരികയില്ല. ആ ജീവിതത്തെ അനുഗമിച്ച് ജീവിച്ച ആളുകൾക്ക് നഷ്ടം സംഭവിക്കുകയില്ല. മുത്തുനബിയെ ഓർത്തുകൊണ്ട് ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയും. ഹുബ്ബുന്നബി വമദുഹു ഖൈറുൽ അമൽ വഅസല്ലില്ലാഹു ബിഹി യുബല്ലിഗുൽ അമൽ ഫലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇന്ദല്ലില്ലാഹി മുനഅമൻ തൻഈമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുത്തുനബിയെ ഹുബ്ബുന്നബി മദ്ഹു റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കുക എന്നത്, വമദ്ഹു റസൂലുള്ളാഹിനെ മദ്ഹ് പറയുക എന്നുള്ളതും ഖൈറുൽ അമൽ, അത് അമലുകളുടെ കൂട്ടത്തിൽ അത്യുന്നതമായ അമലാകുന്നു, വലിയ കൂലിയുള്ള അമലാണ്. വഅസല്ലില്ലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. എന്ത് ലക്ഷ്യത്തിലാണോ മൗലിദ് നടത്തിയത്, എന്ത് ലക്ഷ്യത്തിലാണോ പ്രകടനം നടത്തിയത്, എന്ത് ലക്ഷ്യത്തിലാണോ റസൂലുള്ളാഹിന്റെ പേരിൽ അന്നദാനം നടത്തിയത്, എന്ത് ലക്ഷ്യത്തിലാണോ റസൂലുള്ളാഹിനെ പറ്റി വാള് പറഞ്ഞത്, വാള് സംഘടിപ്പിച്ചത്, പരിപാടി സംഘടിപ്പിച്ചത്, അതെല്ലാം യുബല്ലിഗുൽ അമൽ, ആ ലക്ഷ്യം പൂർത്തിയാക്കി തരുന്നതാണ് അല്ലാഹു തആല. മാത്രമല്ല വലഹു 3 പോയിന്റാ പറഞ്ഞത്. വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പക്കൽ നിന്ന് നാളെ ആഖിറത്തിൽ അവനക്ക് ശഫാഅത്തുണ്ടെന്ന് നബി തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ദല്ലില്ലാഹി മുനഅമൻ തൻഈമാ, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുമാണ്. 5 ഗുണങ്ങളാണ് നബി തങ്ങളുടെ മദ്ഹിന് പറഞ്ഞത്.
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് ചൊല്ലിക്കൊണ്ട് ജീവിച്ചിരുന്ന മഹാന്മാരുണ്ടായിരുന്നു. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി അതിൽപ്പെട്ടവരാണ്. 5 വക്ത് നിസ്കാരം കഴിഞ്ഞാലും മുത്തുനബിൻ്റെ പേര് ചൊല്ലും. 201 പേര്. ദലായിൽ ഖൈറാത്തിൽ എത്ര പേരാണുള്ളത് അറിയോ? 201 പേര്. ഞാനിതിങ്ങനെ പറയുന്നതെന്താ വെച്ചാൽ അതെങ്കിലും പതിവാക്ക്. എല്ലാ 5 വക്തിലും റസൂലുള്ളാഹിൻ്റെ പേര് ചൊല്ലിയിരുന്നവരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെത്ര പേരാ? അള്ളാഹുവിൻ്റെ റസൂലിനിക്ക് 1000-ലധികം പേരുകളുണ്ട്. ഞാൻ പറയല്ല. മഹാനായ ഇമാം അബൂബക്കർ ബിൻ അറബി എന്ന് പറയുന്ന വലിയ ഹദീസ് പണ്ഡിതൻ, അവിടുത്തെ ആരിദത്തുൽ അഹ്വദി ബിശർഹി സഹീഹി തുർമുദി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ലില്ലാഹി അൽഫുസ്മിൻ വലിന്നബി അൽഫുസ്മിൻ. ഈ പേരുകൾ എഴുതിയതുകൊണ്ട് കിതാബ് എഴുതിയ ഇമാമിങ്ങൾക്ക് എണ്ണം കണക്കുമില്ല. അല്ലാഹ്. ഇമാം സുയൂത്തി ഈ വിഷയത്തിൽ 3 കിതാബ് രചിച്ചിട്ടുണ്ട്. ഒരു കിതാബിൽ 840 പേരിനെ പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് പറയാണ് അല്ലഫ്തു ഫീഹി കിതാബൻ ജമാഅത്തു ഫീഹി 800 ഇസ്മിൻ വഅർബഈൻ. 840 പേര് മിനൽ ഖുർആനി വസുന്നത്തി വൽ കുതുബിൽ ഖദീമത്തി. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കഴിഞ്ഞ കിതാബുകളിൽ നിന്ന് രേഖാമൂലമായി സ്ഥിരപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്നുമായി ഞാൻ 840 പേരുകളെ കൊണ്ടൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ഖസായിസ് എന്ന് പറയുന്ന 2 വാള്യമുള്ള ഗ്രന്ഥത്തിൽ അത് കാണാം. മുത്തുനബിൻ്റെ പേരുകളെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞതാ ഞാൻ. ആ പേരുകളാണെങ്കിലോ അതിന് ഓരോന്നിനും വിശദീകരിച്ചുകൊണ്ടൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. റിയാദുൽ അനീഖ ബിശർഹി അസ്മാഇ ഖൈരിൽ ഖലീഖ. അള്ളാഹുവിൻ്റെ പേരുകളിൽ നിന്ന് 72 പേര് അള്ളാഹുവിൻ്റെ റസൂലിനിക്ക് അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറയല്ല. ഖസായിസുൽ കുബറയിൽ മഹാനായ ഇമാം സുയൂത്തി പറഞ്ഞതാ. 72 പേര് അള്ളാഹിൻ്റെ പേര്. ആ കൂട്ടത്തിലൊരു പേരാണ് അഹദ്. ഒന്നാമതെന്നെ എണ്ണി കാണാം അഹദ്. പറയുമ്പോഴേക്കൊന്ന് ബേജാറാകരുത്. അള്ള കൊടുത്ത പേരാണ് അഹദ്. അതേപോലെ തന്നെ ഗഫൂർ. എന്താ ഗഫൂറിൻ്റെ അർത്ഥം? ദോഷങ്ങൾ പുറത്തു തരുന്നവർ. ബേജാറായിട്ട് കാര്യമുണ്ടോ? ഹദീസിൽ വന്നതാണ്. ഹദീസിൽ നിന്നാണ് ഞാനിത് കണ്ടെടുത്തതെന്ന് ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. 1 ലക്ഷത്തോളം ഹദീസ് അറിയുന്ന പണ്ഡിതനാണ്. അറിയപ്പെട്ട പണ്ഡിതനാണ്. ഇമാമിങ്ങളൊക്കെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ടവരാണ് പറയുന്നത് ഇത് ഖുർആനിലും ഹദീസിലും വന്ന പേരുകളാണ്. അല്ലാ തങ്ങളാപ്പത്തിന് തങ്ങളാപ്പത്തുമാർക്കും ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ചും കൂടി പറഞ്ഞിട്ട് നിർത്താം. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ പേരുകൾ 1000-ൽ പരം പേരുകളുണ്ട്. അതിന് മാത്രം കിതാബുകൾ എത്രയാണുള്ളത്? തദ്കിറത്തുൽ മുഹബ്ബീൻ റസാഖ് തങ്ങൾ എഴുതിയ കിതാബ്. അൽഹംദുലില്ലാ മുതഅല്ലിമീങ്ങൾ ഉണ്ടായതുകൊണ്ട് പറയാണ്. കണ്ടവരുണ്ടാവും, അല്ലാത്തവർ അത് നോക്കിയേ പറ്റൂ, അത് മുതാല ചെയ്തേ പറ്റൂ. റിയാദുൽ അനീഖ നബഹാനി തങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങളുടെ പേരുകൾ മറ്റ് കിതാബുകളിൽ വന്ന പേരുകളെ കൂട്ടത്തിൽ കുറേ പേരുകൾ ചേർത്തുകൊണ്ടൊരു ബൈത്ത് തന്നെയുണ്ട്. നബഹാനി തങ്ങൾക്ക് വേറൊരു കിതാബുമുണ്ട്. അതുപോലെ തന്നെ ഇമാം ബൈഹഖിക്ക് അസ്സഫാ ഫി ശർഹി അസ്മാഇൽ മുസ്തഫ എന്ന് പറഞ്ഞിട്ടൊരു കിതാബ് കാണാം. എൻ്റെ കയ്യിലുണ്ട് ഇതൊക്കെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൻ്റെ വിശദീകരണം കണ്ടാൽ ഒരു പേരേറ്റ് ഇങ്ങനെ കൂടും നമ്മൾ. അത്രയും സുന്ദരമായ രൂപത്തിലാണ് മഹാന്മാർ വ്യാഖ്യാനിക്കുന്നത്. അവിടുത്തെ ഒരു പേരിൻ്റെ വിശേഷണം എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു വിശേഷണം ലോകത്തിൽ അല്ലാഹു തആല ആദം നബി മുതൽക്ക്
ഖിയാമത്ത് വരെ ഒരാളെ കാണിച്ചു തരാൻ കഴിയുമോ? അല്ലെങ്കിൽ നമ്മളെ ജീവിതം വരെ, നമ്മളെക്കാലം വരെ ഒരാളെ കാണിച്ചു തരാൻ കഴിയുമോ എന്ന് വെല്ലുവിളിക്കാം. എല്ലാ പേരിൻ്റെ അർത്ഥവും അങ്ങനെയാണ്. ഇതാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. കാന ഖുലുഖുൽ ഖുർആൻ എന്ന് ഖാല ബഅദുൽ ആരിഫീൻ എന്ന് പറഞ്ഞുകൊണ്ട് മിനഹുൽ മക്കിയയിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ എഴുതുന്നത് കാണാം. അവരൊക്കെ തങ്ങളെപ്പറ്റി പേന ചലിപ്പിക്കാൻ തുടങ്ങിയാൽ അവർക്ക് അവരുടെ അവസ്ഥ തന്നെ മാറിപ്പോകുന്നതാണ് കാണുന്നത്. എന്താണ് അവരുടെ എഴുത്ത്! അള്ളാഹിൻ്റെ റസൂലിനെ അങ്ങോട്ട് പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ്, തങ്ങളില്ലാത്തൊരു ചിന്ത അവർ ഖൽബിലില്ല. ഇമാമിങ്ങൾക്ക് ആർക്കുമില്ല, ഒരു ഇമാമിനുമില്ല. ഇമാം ഷാഫി വളർന്നത് എങ്ങനെയാണ്? 10ാമത്തെ വയസ്സിൽ മുത്തുനബി വായിൽ തുപ്പിക്കൊടുത്തതല്ലേ? ബുഖാരി ഷരീഫ് രചിക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഇമാം ബുഖാരി തങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടതല്ലേ? മഹാനായ അസ്ഖലാനി തങ്ങൾ ഹദീസാരിയിൽ ഈ സംഭവം പറഞ്ഞിട്ടില്ലേ? സഹീഹുൽ ബുഖാരി രചിക്കാൻ കാരണം മുത്തുനബിയെ കണ്ടതാണ്. കാരണം ചരിത്രം നീണ്ടതാണ്, ഞാനതിലേക്കൊന്നും പോകുന്നില്ല. അല്ലാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ എത്രയോ അപ്പുറത്താണ്. നബിയെ വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിയുന്നവരില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരുകളിൽ 2 പേര് മുഹമ്മദ്, അഹ്മദ്. ഏറ്റവും ശ്രേഷ്ഠമായ പേര് മുഹമ്മദ് എന്നാണ്. ഏറ്റവും അഫ്ളലായ പേരേതാണ്? മുഹമ്മദ് എന്നാണെന്നും അല്ല അബ്ദുള്ള എന്നാണെന്നും 2 അഭിപ്രായമുണ്ട് ഷാഫി മദ്ഹബിൽ. ബലപ്പെട്ടത് അബ്ദുള്ള എന്നതാണ്. കാരണം അതാണല്ലോ ഉബൂദിയത്തിനെ കുറിക്കുന്ന പദം എന്ന നിലക്ക് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു വാക്കും അതിന് പിൻബലമുണ്ട്. ഇന്ന അഫ്ളലൽ അസ്മായി അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ. ചില മഹാന്മാർ പറയുന്നു ഇതാണ് ഷാഫി മദ്ഹബിൽ ബലപ്പെട്ടത്. ഇനി അവിടെ തന്നെ ഷാഫി മദ്ഹബിൽ മുഹമ്മദ് എന്ന പേരാണ് ബലപ്പെട്ടത് എന്ന് പറഞ്ഞവരുണ്ട്. മുഹമ്മദ് ഹസ്ബുള്ള തങ്ങളൊക്കെ ആ അഭിപ്രായക്കാരാണ്. അവർ കിതാബിലൊക്കെ ആദ്യം കൊടുത്ത പേര് തന്നെ കുട്ടികൾക്കിടേണ്ട പേര് പറഞ്ഞപ്പോൾ മുഹമ്മദി എന്നാണ് പറഞ്ഞത്. ഇമാം തൂനസിയുടെ ചരിത്രത്തിൽ ഇബ്നു ഫർഹൂൻ തങ്ങൾ ദീപാജിൽ കൊടുത്തത് എന്താ? തൂനസിയോട് ഇബ്നു ഫർഹൂൻ നേരിട്ട് കണ്ട ആളാണ്. തൂനസിക്ക് ഈ 120 വയസ്സായിരിക്കുന്നു. തൂനസിയോട് ചോദിച്ചു, അമീന് തൂനസി, നിങ്ങളുടെ ഈ പല്ലിനിങ്ങനെ ഒരു കേടുമില്ലല്ലോ, ഇത്ര പ്രായമായിട്ടും നല്ല പണ്ഡിതനാ. അപ്പോൾ പറഞ്ഞു, എൻ്റെ പല്ലിന് കേടൊന്നും പറ്റൂല. വെള്ളി നാണയം പല്ലുകൊണ്ട് മുറിക്കുന്ന ഒരു മനുഷ്യനെ ദുനിയാവിൽ അള്ളാഹ് പഠിച്ചിട്ടുണ്ടോ? എന്നാൽ തൂനസി മുറിക്കുമായിരുന്നു, പല്ലുകൊണ്ട് കടിച്ചുകൊണ്ട് മുറിക്കും. എൻ്റെ പല്ലിങ്ങോട്ട് പൊളിഞ്ഞു പോരും, അതാണ്ടാകുക. ഞാൻ കടിച്ചു മുറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളി നാണയം 2ആയി മുറിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടവനാണെന്ന് ഇബ്നു ഫർഹൂൻ ദീബാജിൽ മുദഖബിൽ ഉദ്ധരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തേ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി ഞാൻ പാട്ടുപാടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ത്വനീസിയിൽ നിന്ന് ഇവിടെ വന്നത് മുത്തുനബിയെ പറ്റി മദ്ഹ് പാടാനാണ്. അങ്ങനെ പാടി ഒരു ദിവസം റസൂലുള്ളാഹിനെ ഞാൻ കണ്ടു. എന്നോട് പറഞ്ഞു, എൻ്റെ പാട്ടൊക്കെ ഞാനൊന്ന് കേൾക്കട്ടെ. കുറച്ചൊക്കെ അങ്ങ് പാടിക്കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇഫ്താഹ്, നിൻ്റെ വാ തുറക്കൂ എന്ന് പറഞ്ഞു. ഞാൻ വാ തുറന്നു കൊടുത്തു. എൻ്റെ വായിലേക്ക് തുപ്പി തന്നിട്ട് പറഞ്ഞു, ലാ ഫുല്ലഫൂക്ക്, നിന്റെ പല്ല് പൊട്ടാതിരിക്കട്ടെ. ഇത് സ്വഹാബത്തിനോട് പറഞ്ഞതുണ്ട്. മഹാന്മാരിൽ പലരോടും റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഒരു മഹാന്റെയും പല്ല് മരണം വരെ ഒരു പൊട്ടുപോലും സംഭവിച്ചിട്ടില്ല, ഒരു കേടും പറ്റിയിട്ടില്ല. മുത്തുനബിൻ്റെ പല്ല് പൊട്ടിയല്ലോ ഉഹുദില്, ഷഹീദായി എന്നാണ് ഇമാമിങ്ങൾ പറയൽ. പല്ല് ഷഹീദായി എന്നാണ് പറയൽ. മുത്തുനബിൻ്റെ ഏതാധാറ് പറഞ്ഞാലും നമ്മൾ ഷറഫ് കൂട്ടി പറയണം. അവിടുത്തെ റഅ്സു ഷരീഫ്, അവിടുത്തെ യദു ഷരീഫ, അവിടുത്തെ ഷഅർ മുബാറക് എന്നൊരു ബറക്കത്തിൻ്റെയോ ഷറഫിൻ്റെയോ പദം കൂട്ടാതെ ഇമാമിങ്ങൾ ഉദ്ധരിക്കാറില്ല റസൂലുള്ളാഹിൻ്റെ കാര്യങ്ങളൊന്നും. ആ പല്ല് പൊട്ടിയിട്ട് ദുനിയാവിൽ ആരെങ്കിലും പല്ല് പൊട്ടിയിട്ട് അത് പിന്നെ വളർന്നു വന്ന അനുഭവമുണ്ടോ? എന്നാൽ മുത്തുനബിയുടെ പല്ല് പൊട്ടിയത് അതാ ദിവസങ്ങളെ കൊണ്ട് നികന്നു വന്നു.
യഥാർത്ഥമായ പല്ല് പോലെ തന്നെ വളർന്ന് യഥാർത്ഥ രൂപത്തിൽ ആയിത്തീർന്നു എന്ന് ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നു. ബർസഞ്ചിയുടെ വിശദീകരണത്തിൽ കാണാം. ആർക്കാണ് അങ്ങനെ പല്ല് പൊട്ടിയ ഭാഗം വളർന്ന് അതിനനുസരിച്ച് നിന്ന സംഭവമുള്ളത്? പറയാനില്ല. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തുല്യതയുള്ള ആരുമില്ല. 30,000-ലധികം ആശ്ചര്യങ്ങൾ ഉണ്ടായവരാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അത്രയൊന്നും അല്ല, കണക്കിൽ രേഖയിൽ എഴുതി വെച്ചതാണ് ഈ കണക്ക് പറഞ്ഞത്. കല്യൂബിയിലും മറ്റു പല സ്ഥലത്തും കാണാം ഇത്. 30,000-ലധികം ആശ്ചര്യങ്ങൾ. ജീവിതം തന്നെ ആശ്ചര്യം. ആ ജീവിതത്തിലെ ഒരു രംഗമെടുത്തിട്ട് ഇതിന് തുല്യമായൊരു രംഗം ലോകത്താർക്കെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇല്ല, ഇല്ല. അതാണ് തങ്ങളുടെ ഖുലുഖ്, തങ്ങളുടെ അവസ്ഥ. അത് ഖുർആന് പോലെയാണെന്ന് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, എന്താ പറയാനുള്ളത് തങ്ങളെ സംബന്ധിച്ച്? എന്താ പറയാനുള്ളത്? കണ്ണ് കാണുന്നില്ല. കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാണ് ബാപ്പ. ഇബ്നു ഫുദൈഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഫുദൈഖ് എന്നവരുടെ കണ്ണ് കാണുന്നില്ല. റസൂലുള്ള ചോദിച്ചു, എന്ത് പറ്റി കണ്ണിന്? കണ്ണിന് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി നബിയെ. ഉമിനീരെടുത്ത് കണ്ണിനങ്ങ് തേച്ച് കൊടുക്കുന്നു. അതോടുകൂടെ ഉപ്പായുടെ കണ്ണിന് കാഴ്ച വരുന്നു. ഹദീസിൽ കാണാം. കാഴ്ച വന്നു എന്ന് മാത്രമാണോ? വഖദ് റഅയ്തുഹു യുദ്ഖിലുൽ ഖൈത ഫിൽ ഇബ്റ വഹുവ ഇബ്നു 80 വയസ്സായിട്ടും ഉപ്പ സ്വന്തം സൂചിയിൽ നൂലോട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണിൻ്റെ കാഴ്ച മരിക്കുന്നത് വരെ നഷ്ടപ്പെട്ടില്ല. അമ്പ് കൊണ്ടാണ് ചെയ്യുന്നവരാണ് മുസ്ലിമീങ്ങളെല്ലാവരും, അത് ചെയ്യുന്നതാണ്. അതിൻ്റെ പുറമെ ചെയ്തതാണ് പറയുന്നത്. മുത്തുനബിൻ്റെ ഹദറത്തിലേക്കാണ് ഓടിച്ചെന്നത്. സാധാരണയിൽ അങ്ങനെ കണ്ണ് മാറ്റിത്തരാൻ സാധാരണ കഴിയുന്ന ഒരു വിഷയമാണോ? അള്ളാഹുവിൻ്റെ റസൂൽ ആ കണ്ണെടുത്ത് യഥാസ്ഥാനത്ത് വെച്ചിട്ട് ഉമിനീര് വെച്ച് തടകി കൊടുക്കുന്നു. മഹാനായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ അങ്ങ് ആ ഉമിനീര് തേച്ച് കൊടുത്തതോടുകൂടെ കണ്ണങ്ങ് സുഖപ്പെടുകയാണ്. കണ്ണവിടെ നിൽക്കുകയാണെന്നല്ല പറഞ്ഞ്, സുഖപ്പെട്ട് ആദ്യത്തെ കാഴ്ചയിലേക്ക് എത്തിയെന്ന് മാത്രമല്ല, ഫുദൈഖ് തങ്ങളുടെ ഖതാദ തങ്ങളുടെ 2 കണ്ണിന് ഏത് കണ്ണിനാണ് അമ്പ് കൊണ്ടതെന്ന് ആർക്കും പറയാൻ കഴിയുമായിരുന്നില്ല. ഒരു കല പോലുമില്ല. മാത്രമല്ല, അമ്പ് കൊള്ളാത്ത കണ്ണുണ്ടല്ലോ, ആ കണ്ണിനേക്കാൾ മരണം വരെ കാഴ്ച ശക്തി ഉണ്ടായിരുന്നു അമ്പ് കൊണ്ട കണ്ണിനിക്ക്. മാത്രമല്ല, ചെമ്പരുന്തിൻ്റെ കാഴ്ചയുണ്ടായിരുന്നു അതിനിക്ക് എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഇത് ഒരു സംഭവമല്ല, 100 കണക്കിന് സംഭവമാണ്. അശ്ലീലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ പറഞ്ഞാൽ തോന്നിയാസനെ പറയുള്ളൂ. ചില ഉമ്മാർക്കുണ്ടല്ലോ, ഉമ്മാരെ പാടില്ല കേട്ടോ, പറഞ്ഞ അപ്പം എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് പറയും. അങ്ങനത്തെ ചില തള്ളാരുണ്ട്. ഒരു പെണ്ണ് അങ്ങനെ ഉണ്ടായിരുന്നു. അതൊരു പ്രകൃതിയാണ്. അതിനെന്താ മാർഗം എന്ന് പറയുക? മരുന്ന്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് കുറേ വട്ടങ്ങ് പറഞ്ഞേക്ക്, എന്നാ മാറും. സ്വഭാവം മോശമുള്ള കുട്ടികളെ തലയിൽ റസൂലുള്ളാഹിൻ്റെ പേര് മന്ത്രിച്ചു കൊടുക്കുക, എന്നാൽ അതങ്ങ് മാറും. ആ കുട്ടികളെ സ്വഭാവം നന്നാവും. എന്നാൽ മന്ത്രിക്കാൻ ആ കുട്ടി സമ്മതിക്കൂലേ? എന്നാൽ വെള്ളത്തിൽ ആ പേരുകൾ മന്ത്രിച്ച് ഓരോ പേരിനും സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ച് ആ കുട്ടിക്ക് വെള്ളം കൊടുക്കുക. ആ വെള്ളം കുടിക്കാനോ കൂട്ടാക്കൂലേ? എന്നാൽ അത് ചായ ആക്കി കൊടുക്കുക. മാറും ആ സ്വഭാവം. മാറും മാറും മാറും, ഉറപ്പായിട്ട് മാറും. കൽബ് മാറും. വഹാബിനെ സുന്നിയാക്കാൻ മാർഗമുണ്ടോ മന്ത്രമുണ്ടോ എനിക്കറിഞ്ഞൂടാ. കാരണം അത് മുത്തുനബിനെ ആദ്യം താഴ്ത്തിയത് കൊണ്ട്, അത് വേറെ കമ്പൗണ്ടിലേക്ക് നീങ്ങിയത് കൊണ്ട് അതിനെ എങ്ങോട്ടെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു മന്ത്രവുമില്ല, അതിനൊരു പരിഹാരവുമില്ല. വഹാബി സുന്നിയാവുമെന്ന് തോന്നുന്നില്ല. കരിങ്കല്ലിഞ്ഞ് ഇവിടുത്തെ തെങ്ങാവുമെന്ന് വെച്ച മാതിരിയാണത്. അയിക്കൂടായി ഒന്നുമില്ല. ഞാൻ നിർത്തുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൾ ആ ഉമ്മാമ മാമ എന്ത് പറഞ്ഞാലും ഇംഗ്ലീഷേ പറയുള്ളൂ. ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ പറയുന്ന ഉമ്മാമാൻ്റെ ആരോ പറഞ്ഞു, നിങ്ങൾ മുത്തുനബിൻ്റെ അടുത്തൊന്ന് ചെന്ന് പറഞ്ഞാൽ ഈ സങ്കടം എൻ്റെ തൊള്ളീന്ന് വരികയാണ്, ഞാത്ത കാട്ടിനെ ആ തള്ള പറയാം.
അപ്പോൾ മുത്തുനബിൻ്റെ അടുത്ത് ചെന്ന് ആർക്കും ചെല്ലാലോ റബ്ബേ, ഏതാൾക്കും ചെല്ലാം, ഏത് മോശക്കാർക്കും ചെല്ലാം, ഏത് മുസ്ലിമിനും ചെല്ലാം, ഏത് ആക്രമിച്ചവനും ചെല്ലാം, എല്ലാവർക്കും മാപ്പ് കൊടുത്ത നബിയുനാ റസൂലുള്ളാഹി. ആ ഉമ്മാമ അപ്പുറത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് അപ്പോൾ തങ്ങൾ റൊട്ടി കഴിക്കാം, വെള്ളത്തിലിങ്ങനെ കുത്തിയിട്ടൊക്കെ കഴിക്കൽ, കറിയൊക്കെ വളരെ കുറവാണ്, ഉണ്ടാക്കാൻ കഴിയായിട്ടൊന്നുമല്ല, അവിടുത്തെ ദുനിയാവ് അവിടുത്തെ കൽബിൽ കടന്നിട്ടില്ല, ഒരു ദീർഘം അവിടുത്തെ പോക്കറ്റിൽ വെച്ച് കിടന്നുറങ്ങിയ സംഭവമില്ല എന്നാണ് സ്വഹാബത്ത് പറയുന്നത്. വഫാത്താവുമ്പോൾ പറഞ്ഞത് എന്താണ്? എൻ്റെ സമ്പത്ത് അല്പമുണ്ട് മക്കളെ പോറ്റാനൊക്കെ, അത് അനന്തരമായി ഒരിക്കലും കൊടുക്കാൻ പാടില്ല, അമ്പിയാക്കന്മാരുടെ സ്വത്ത് അനന്തരം പോവുകയില്ല, അത് മുസ്ലിമീങ്ങൾക്കുള്ളതാണെന്ന്. ദുനിയാവ് കൽബിൽ കയറാത്ത തൊടാത്ത ഒരു ലോകം. എത്ര 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 സംഭവങ്ങൾ പറയാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ആഫിയത്തില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ആ ഉമ്മ പറഞ്ഞ്, തങ്ങൾ ആ റഗീഫിൽ നിന്ന്, ആ ഖുബുസിൽ നിന്ന് തങ്ങൾ എനിക്ക് അല്പം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി അതിൽ നിന്ന് ഒരു മുറി മുറിച്ചിട്ട് ബർക്കത്തിന് വേണ്ടി കൊടുത്തു. അത് കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ഉമ്മ പറയുന്നു, നബി അത് എനിക്ക് വേണ്ട, തങ്ങളെ തൊള്ളയിൽ ചവച്ചുകൊണ്ടിരിക്കുന്ന അതെനിക്ക് വേണം. എന്തേ ഉമിനീര് തട്ടിയത് അതല്ലേ എന്നുള്ള നിലക്കാണത്. അങ്ങനെ തങ്ങൾ തൊള്ളയിൽ നിന്നെടുത്ത്, തങ്ങൾക്കറിയാലോ എന്താ സോക്കടെന്ന് എല്ലാം അറിയാണ്ട് വിശദീകരിച്ചു കൊടുക്കൊന്നും വേണ്ട, വന്നവൻ്റെ ഫുൾ വിവരങ്ങളും അറിയും. ലോകത്തുള്ള വിവരങ്ങൾ മുഴുവനും അറിയിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നബീനാ റസൂലുള്ളാഹി. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദം നബിക്ക് എല്ലാ പേരുകളും പഠിപ്പിച്ചു എന്ന് ഖുർആനിലുണ്ട്. അതിനെ വിശദീകരിച്ച് ഫഖ്റുദ്ദീൻ റാസി എഴുതി, യഅനി ബിൽ ലുഗാതി കുല്ലിഹ, എല്ലാ ഭാഷയിലുമുള്ള പേരുകൾ. ഇനി ഇവിടെ ഒരു പുതിയ ഭാഷ കണ്ടെത്തുക എന്നൊക്കെ ഒരാൾ, ആ കണ്ടെത്തുന്ന ആളെ തലയിലും അത് ഇട്ട് കൊടുക്കണം അല്ലാഹു തആല. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തിലുള്ള ഭാഷകളെ വരൂ. അത് മുഴുവനും പഠിപ്പിച്ചവരാണ് ആദം നബി അലൈഹിസ്സലാം. ആദം നബിക്ക് പേരുകൾ മാത്രമാണ് പഠിപ്പിച്ചത്, സംസാരങ്ങൾ മാത്രമാണ് പഠിപ്പിച്ചത്. ഇവിടെയുള്ളൊരു തെങ്ങാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാവാണെങ്കിൽ ആ മാവിനിക്ക് മാവ് എന്ന് പറയുമെന്ന് മലയാളത്തിൽ മാവ് എന്ന് പറയും, അല്ലെങ്കിൽ ഷജറുൽ അംബജ് എന്ന് പറയും അറബിയിൽ, അല്ലെങ്കിൽ മറ്റു ഭാഷയിൽ പറയുമെന്ന് ആദം നബിക്ക് പറയാൻ കിട്ടും. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ ആദം നബിക്ക് അറിഞ്ഞോളണമെന്നില്ല. ആ മുത്തുനബിക്ക് മുസമ്മയാണ്, ആദമിന് അസ്മാവുകളാണ്. എന്താണ് മുസമ്മ? ആ മാവിൻ്റെ ഇല എന്തിനെല്ലാം പറ്റുമെന്ന് റസൂലുള്ളാഹിക്കറിയും. ആ മാവിൻ്റെ മാങ്ങ, അതിൻ്റെ മാമ്പഴം എന്തിനെല്ലാം പറ്റുമെന്ന് നബി തങ്ങൾക്കറിയും. അതിലുള്ള ഗുണങ്ങളും ദൂഷ്യങ്ങളും, ശരീരത്തിന് എന്തിനൊക്കെ അത് പറ്റും, വൈദ്യരംഗത്ത് എന്തിനൊക്കെ അത് പറ്റും, ശാസ്ത്രരംഗത്ത് എന്തിനൊക്കെ പറ്റുമെന്ന് ലോകത്തുള്ള എല്ലാ സാധനങ്ങളുടെയും വിവരങ്ങളുണ്ടെന്ന് ഞാനല്ല പറയുന്നത്. മഹാനായ മുഹമ്മദിൽ ബൂസീരി തങ്ങൾ അവിടുത്തെ ഹംസിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട മുത്തുനബി അവിടുത്തെ ഉമിനീരുള്ള തട്ടിയ ആ പത്തിരി കഷ്ണങ്ങൾ അങ്ങ് കൊടുത്തപ്പോൾ ആ ഉമ്മാമ അത് തിന്നു കളയുന്നു സന്തോഷത്തോടുകൂടെ. അതോടുകൂടെ ആ ഉമ്മാമാൻ്റെ നാവ് കൊണ്ട് പിന്നെ ഒരു വൃത്തികേട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിൽ വരണ്ടേ, എന്നിട്ടല്ലേ പറയാം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ അല്ലാഹ് 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 അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദത് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഒരു മജ്ലിസ് നടക്കുകയാണെങ്കിൽ ആ മജ്ലിസിൽ എന്തെല്ലാം ചെയ്തപ്പോൾ ഒരു ദിവസം ഉസ്താദ് പ്രസംഗിച്ച്, ഒരു ദിവസം വാസി ഉസ്താദ് പ്രസംഗിച്ച്, നമ്മൾ ഇന്ന് പ്രകടനം ഉണ്ടായിനോ, ഇന്ന് പ്രകടനം നടത്തി. എല്ലാം മുത്ത് റസൂലുള്ള കാണട്ടെ, അള്ളാഹിൻ്റെ റസൂൽ കാണണം, ഇതായിരിക്കണം. ഞാൻ ഈ കൊല്ലം എനിക്ക് നടക്കാൻ വയ്യ, തീരെ വയ്യ. ഇക്കൊല്ലം എന്നല്ല, കഴിഞ്ഞൊല്ലം തന്നെ പ്രയാസമുണ്ട്. എൻ്റെ നാട്ടിലൊരു നബിദിന റാലി ഉണ്ട്, അത് വരുന്ന ഞായറാഴ്ചയാണ്. ഒരു നബിദിന റാലി ചാലിയത്ത് കഴിഞ്ഞു. പടച്ചോനെ എനിക്ക് നടക്കാൻ കഴിയുമോ, തങ്ങളെ നബിദിന റാലിക്ക് നടക്കണം. ഇവിടുന്ന് അപ്പുറത്തേക്ക് നടക്കാനും ഇറങ്ങാനും എൻ്റെ കൈ പിടിക്കണം. ഞാനും ഫുള്ള് നടന്നു. അൽഹംദുലില്ലാ.
മദീനയിലേക്ക് ഇങ്ങനെ മനസ്സ് കൊടുത്ത് തങ്ങളോട് ഓരോന്നും പറഞ്ഞിട്ട് അങ്ങനെ നടന്ന് വേറെല്ലേക്കൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രകടനങ്ങളും നമ്മുടെ പ്രത്യക്ഷവും നമ്മുടെ ഉള്ളും നമ്മളെ പുറമൊക്കെ അങ്ങനെ ആവണം. അങ്ങനെയൊക്കെ കൂടി ഇങ്ങോട്ട് നന്നായിക്കണം. ഞാനെന്നല്ല പറഞ്ഞത്, എന്നെക്കൊണ്ട് കഴിയുന്നതായി ഞാനും റസൂലുള്ളാഹിനോട് ബന്ധപ്പെടാൻ നോക്കാറുണ്ട്, എൻ്റെ കുടുംബത്തെ ബന്ധപ്പെടുത്താൻ നോക്കാറുണ്ട്. നമ്മുടെ വീടകത്ത് റസൂലുള്ളാഹിക്ക് വെറുപ്പുള്ളൊന്നും ഉണ്ടാകരുത്. നമ്മളെ വീടകത്ത് നമ്മുടെ ഭാര്യമാർ വെറുപ്പുള്ളത് ചെയ്യരുത്, നമ്മുടെ മക്കൾ വെറുപ്പുള്ളത് ചെയ്യരുത്. മുത്തുനബിക്ക് ഇഷ്ടപ്പെടാത്ത ചിത്രങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ കൊണ്ടു നടക്കരുത്. സഹോദരന്മാരെ, മക്കളെ, കുട്ടികളെ, ചെറുപ്പക്കാരി പെൺകുട്ടികളെ, എൻ്റെ യുവാക്കളെ, നിങ്ങളെ മൊബൈലിൽ വേണ്ടാത്ത ചിത്രങ്ങളോ പാടില്ലാത്ത സ്ത്രീകളുടെ ഹറാമായ ബന്ധപ്പെടാനും സംസാരിക്കാനും പാടില്ലാത്ത അന്യ സ്ത്രീകളുടെ നമ്പറുകളോ നിങ്ങൾ ഒഴിവാക്കി കളയണം. എങ്കിൽ നിങ്ങൾക്ക് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെടാൻ കഴിയും, അല്ലെങ്കിൽ ബന്ധപ്പെടാൻ കഴിയില്ല. മഹാനായ ഇമാം അബൂബക്കർ ദാഗസ്താനി പറഞ്ഞൊരു സംഭവം കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. അബൂബക്കർ ദാഗസ്താനി തങ്ങൾ പറഞ്ഞു, അവിടുത്തെ വസീലത്തുൽ ലബീബ് ഫീ മദ്ഹി ഹബീബ് എന്ന് പേരുള്ള കിതാബ് കാണാൻ എൻ്റെ കയ്യിലുണ്ട്. ആ വസീലത്തുൽ ലബീബിൽ പറയുന്നു, ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഞാൻ നബി തങ്ങളെ സാധാരണയിൽ കാണുന്നവരാണ്. ഈ സദസ്സിൽ കണ്ടവരുണ്ടോ? ഈ സദസ്സിൽ കണ്ട ഉമ്മമാരുണ്ടോ? സഹോദര സഹോദരി, മക്കളെ, കുട്ടികളെ ആരെങ്കിലും കണ്ടവരുണ്ടോ? കണ്ടവരുണ്ടെങ്കിൽ ആ കാഴ്ച നഷ്ടപ്പെടുന്നത് ശ്രദ്ധിക്കണം. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു ആ മുഖം കാണാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആ മുഖം കണ്ട മനസ്സ്, ആ മുഖം കണ്ട ആള്, മുത്ത് റസൂലുള്ളാഹിനെ കണ്ടവൻ ഈമാൻ തെറ്റി മരിക്കുകയില്ല. അല്ലാഹു വലിയ അനുഗ്രഹമല്ലേ തരുന്നത്. ഏത് മോശക്കാരനും നബി തങ്ങളെ കാണാൻ കഴിയുമെന്ന് ഇമാം നബി അവിടുത്തെ ഫതാവയിൽ എഴുതുന്നു. അതുകൊണ്ട് തന്നെ നബി തങ്ങളെ കാണുന്നതൊരു മർത്തബയായി കണക്ക് കൂട്ടരുത്. ഒരു പക്ഷേ പള്ളിയിലെ ഉസ്താദ് കണ്ടിട്ടുണ്ടാവില്ല. ഇവിടുത്തെ ഉസ്താദിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, അവരൊക്കെ എത്രയോ കണ്ടിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ശിഷ്യനായിരിക്കും, നമ്മൾ കണ്ടു കാണും. അപ്പോഴേക്കും ഞാൻ ഉസ്താദിനേക്കാൾ വലുതായി എന്ന് ചിന്തിക്കരുത്. ഫൈന്ന കസീറൻ മിനൽ ഔലിയാഇ മാതു വലം യറൗനി, എത്രയോ ഔലിയാക്കൾ നബിയെ ഉറക്കത്തിൽ പോലും കാണാൻ കഴിയാതെ മരിച്ചു പോയവരുണ്ട്. അപ്പോൾ നബിയെ കാണുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. എന്നല്ലാതെ അതൊരു വലിയ മർത്തബയല്ല, അത് വലിയൊരു കിട്ടലായി മനസ്സിൽ വെക്കണം. നബിയെ കണ്ടത് എല്ലാവരോടും പറയാനും പാടില്ല. മഹാന്മാർ കണ്ടത് പറഞ്ഞിട്ടുണ്ട്, കിതാബുകളിൽ ഉപകാരപ്പെട്ട സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമാം നബവി കണ്ടിട്ടുണ്ട്, മഹാന്മാരൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ ഉസ്താദ് കണ്ടിട്ടുണ്ട്, കണ്ണിയത്ത് ഉസ്താദ് കണ്ടിട്ടുണ്ട്, ഷെയ്ഖുനാ സുൽത്താനുൽ ഉലമ കണ്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞതാണ്, ഞാൻ 2 വട്ടം കണ്ടിട്ടുണ്ട് എന്ന്. ഞാനത് ഈ പൊതുവേദിയിലൂടെ പറയുന്നതിന് ഉസ്താദിന് ഇഷ്ടമുണ്ടോ എനിക്കറിയില്ല. ഞാൻ എന്നോട് പറയരുതെന്നും പറഞ്ഞിട്ടില്ല, പറയണമെന്നും പറഞ്ഞിട്ടില്ല. എന്നെപ്പറ്റി മത് പറയുന്നവരുണ്ട്, കുറ്റം പറയുന്നവരുണ്ട്. ഞാനൊന്നിലേക്കും ശ്രദ്ധിക്കാറില്ല എന്നാണ് ഷെയ്ഖുന എന്നോട് പറഞ്ഞത്, എന്നല്ലാതെ പറയരുതെന്ന് പറഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും എത്രയോ ആളുകൾ കണ്ടവർ എൻ്റെ കുടുംബത്തിലുണ്ട്, എൻ്റെ കൂട്ടുകാരിലുണ്ട്, സ്ത്രീകളിലുണ്ട്, പെൺകുട്ടികളിലുണ്ട്, ചെറുപ്പക്കാരി പെൺകുട്ടികളിലുണ്ട്. സുബ്ഹാനല്ലാഹ്, വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ കണ്ണുകൾ നിറഞ്ഞു പോകും. അല്ലാഹ് അത്രയും കൃപയിൽ റസൂലുള്ളാഹി ഓരോ കാര്യങ്ങൾ ദൂരെ കിടക്കുന്നതായി നമുക്ക് തോന്നുന്ന നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ നിൽക്കുന്ന പോലെ കൃപ കാണിച്ച് ഉറക്കത്തിലും മറ്റും വന്ന് സാമ്പത്തിക ഞെരുക്കങ്ങളെ ഘട്ടത്തിൽ സമാധാനിപ്പിച്ച സംഭവങ്ങൾ എത്രയാണ്. പൈസ കൊടുത്ത ആളുകളെ എനിക്കറിയാം. എന്തേ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ റിയാദിൽ ജോലിയില്ലാതെ കഷ്ടതയിലിരിക്കുമ്പോൾ എന്നോട് വന്ന് എനിക്ക് കത്ത് വരുന്നത്, ഭാര്യ കത്തയക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. വലിയൊരു സംഖ്യ കടം വരുന്ന വലിയൊരു സംഖ്യ ആവശ്യം വരുന്ന ഒരു പ്രശ്നമാണ് എഴുതുന്നത്. വീടിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട്, തെങ്ങ് വീണിട്ട്. എന്നോട് അദ്ദേഹം പറയുന്നു, മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ എന്ത് ചെയ്യും 5 കാശ് എൻ്റെ കയ്യിലില്ല. 10-40,000 റുപ്യ അന്നത്തെ കാലത്ത്, ഇത് 15 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞതാ. 40,000 റുപ്യോളം വരുന്ന വിഷയമാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ നേരെ മദീനയിലേക്ക് പോയി. മുസ്ലിമിൻ്റെ ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന, മൂമിനിൻ്റെ ഈമാൻ മദീനയിലേക്ക് എപ്പോഴും അത്
കമാ തഗ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ, പാമ്പിന് ഏറുകൊണ്ടാൽ അതിൻ്റെ മാളത്തിലേക്ക് രക്ഷ പ്രാപിക്കുന്നത് പോലെ രക്ഷ പ്രാപിക്കുമെന്നാണ്. വിഷമം വരുമ്പോൾ മുത്തുനബിനെ ഓർക്കാത്തവരുണ്ടാവില്ല. മൂമിനാണെങ്കിൽ നബിയെ എന്തെങ്കിലും പരിഹാരം കാട്ടി തന്നെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് പറഞ്ഞിട്ട് പരിഹാരം കാണാതിരിക്കൂല സഹോദരന്മാരെ. 100 കണക്കിന് അനുഭവങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുണ്ടായത് എനിക്ക് പറയാനുണ്ട്. ഇദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ മദീനയിലേക്ക് നേരെ പോയി. മദീനയിൽ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്തിരുന്നൊരു സ്ഥലമുണ്ട്. അവിടെ കച്ചവടക്കാരി ഇരുന്ന് കണിച്ചൊരു സ്വഹാബത്തിരുന്ന സ്ഥലം ഇല്ലാതായി മാറൂല ഉസ്താദ്മാരെ. കച്ചവടക്കാരി ഇരിക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്, കൊങ്ങനെയാണ് കങ്ങനെയാണ്. ഒരു പാരമ്പര്യത്തിന് യാതൊരു വിലയുമില്ലാത്തൊരു കാലമായിപ്പോയി. ഏതായിരുന്നാലും അവിടെ പിന്നിൽ തർക്കമാണ്. ഞാനും ബഹുമാനപ്പെട്ട തരുവറ അഹമ്മദ് സുലേർ അവരെ മോനാൻ കണ്ടുവിടുന്ന വഴിയിൽ നിന്ന് നല്ലൊരു മനുഷ്യനായിരുന്നു. അള്ളാഹു തആല അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. എന്നോട് മക്കളെപ്പോലെ സ്നേഹമായിരുന്നു, വല്ലാത്ത സ്നേഹമായിരുന്നു. അത്രയും ബന്ധമായിരുന്നു ഞങ്ങൾ. എത്രയോ മസ്അലകൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, എത്രയോ മസ്അലകൾ. ബഹുമാനപ്പെട്ട അഹമ്മദ് മുസ്ലിയാർ ഉഖർവിയായ ഒരു ആലിമായിരുന്നു. ഇവിടുത്തെ നീണ്ടകാലം മുദരിസാണ്. മേലെ പറമ്പിൽ മുദരിസാണ്. ബുഖാരിയിൽ മുദരിസാകുമ്പോഴാണ് വഫാത്തായത് എന്നാണ് എൻ്റെ ഓർമ്മ. ബഹുമാനപ്പെട്ടവർ എന്തേ പറഞ്ഞേ? അതിനല്ല എന്തിനെ പറഞ്ഞ് മദീനത്ത് ആ സ്ഥലത്ത് സ്വഹാബത്ത് ഇരുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയില്ല? എല്ലാവരും അങ്ങനെ തന്നെ പറയല്. പിന്നെ ഇപ്പോൾ ഒരു പുതിയ പറച്ചിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അത് കച്ചവടക്കാരിരുന്ന സ്ഥലമാണ്. അത്ര നല്ലൊരു കച്ചവടം അവിടെ നടന്നിട്ടില്ല. സ്വഹാബത്തിൻ്റെ കച്ചവടം പോലെ ആ കച്ചവടമായിരിക്കും. കച്ചവടക്കാരൊരു പള്ളിയിലന്ന് ഇരുന്നുകൊണ്ട് അത് അങ്ങാടിയായി മാറും. ഇന്ന് നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കി, മദീനത്തെ മക്കത്തെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഇത് ആയിഷാ ബീവിയുടെ ഖബറാണോ? അല്ലാഹു അഅലം. അവനക്ക് അല്ലാഹു അഅലം അല്ലാതെ വേറൊന്നും പറയാൻ കിട്ടൂല. ഇത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖബറാണ്? അല്ലാഹു അഅലം. ഇത് റസൂലുള്ളാഹിൻ്റെ ഖബറാണെന്ന് വെച്ചാലും ഉണ്ടാവും. അവിടുത്തെ മണ്ടന്മാർക്ക് അതേ പണി അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. വ്യക്തമായി താരീഖു മആലിം മദീന ഖദീമ ഹദീസ എന്ന ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാൽ അത് അല്ലാമ അസ്ഹരി മദനി എഴുതിയ പുസ്തകമാണ്, എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഓരോ ഖബറുകളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വായിക്കുന്നവരും അറിയുന്നവരുമാണ്. ചോദിച്ചാൽ അല്ലാഹു അഅലം എന്നറിയും. അപ്പോൾ അവിടെ പോയിട്ട് ഇത് റസൂലുള്ളാഹിന്റെ ഇത് ഈ മിഹ്റാബ് എന്താന്ന് നിങ്ങൾ ചോദിച്ചു നോക്കിയേണ്ടി. അല്ലാഹു അഅലം. അല്ലാഹു ആ മിഹ്റാബ് ഏതാണ്? അല്ലാഹു അഅലം. ഈ മിഹ്റാബ് ഏതാണ്? അല്ലാഹു അഅലം. അത് ചോദിച്ചാൽ ഓനോടാണ്. അങ്ങനത്തെ മണ്ടന്മാരാണ് അവിടുത്തെ കമ്പനി. ഇത് പറഞ്ഞേ പറ്റൂ. പരിഭാഷ ഒന്നും ആക്കിയിട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്താലും തിരക്കടില്ല. അല്ലേ, വല്ലാത്തൊരു സങ്കടമാണ്. അപ്പോൾ അവരോട് ചോദിച്ചത് കച്ചവടക്കാരിരിക്കുന്ന സ്ഥലമാണെന്ന് പറയും. അതപ്പോൾ ചരിത്രം എഴുതിയിരിക്കണത്. ആര് പറഞ്ഞത് കച്ചവടക്കാരിരിക്കുന്ന സ്ഥലമാണ്? എന്തെല്ലാണ് പറയണേ അല്ലാ. അപ്പോൾ അവിടെ തരുവറ ഉസ്താവും ഞാനും അവിടെ എത്തി. കിതാബ് വെക്കാനാണ് എത്തി. കിതാബ് വെക്കാൻ വേണ്ടി മൊയ്ലിയന്മാരവിടെ പോകും. മൊയ്ലിയർ നമ്മൾ ഓതിയില്ലേ, നോക്കി ഞാൻ അലി ലത്തീഫോലിയർ ഞങ്ങളെ കൂടി അവിടുന്ന് കിതാബ് നോക്കിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ ജലാലൈനിയുടെ ഒരു ഭാഗമുണ്ട്. സിയൂത്തി ഇമാമിൻ്റെ തഫ്സീർ, മഹല്ലി ഇമാമിൻ്റെയും കൂടി തഫ്സീർ, 2 ജലാലികൾ എഴുതിയതുകൊണ്ട് ജലാലൈനി എന്ന് പറയും. തഫ്സീർ എന്ന മുലാഫുള്ളായതുകൊണ്ട്, മുലാഫിലേക്ക് ജറായതുകൊണ്ട് തഫ്സീറുൽ ജലാലൈനി എന്ന് പറയും, അല്ലെങ്കിൽ ജലാലാനി എന്നാണ് പറയേണ്ടത്. ചുരുക്കി പറഞ്ഞൊരു വാക്കാണ്. അതായിരുന്നാലും ജലാലൈനി അഹമ്മദ് വലിയരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പിന്നെ ഇതൊന്ന് ഓതിത്തരും ഇവിടുന്ന്, എനിക്ക് ഒരു ബർക്കത്തിനാണ്. ആ ബർക്കത്തിനാണ് ഞാനും വന്നിക്കണേ. അത് നിങ്ങൾ എനിക്ക് ഓതിത്തരാൻ വേണ്ടത്. പടച്ചോനെ, എൻ്റെ ഉസ്താദെ, ബഹുമാനപ്പെട്ട റയീസുലമ സുലൈമാൻ ഉസ്താദിനെ പോലെ ഒരു വലിയ ആളെ ഇപ്പോൾ ഹയാത്തുള്ളവർ എൻ്റെ മനസ്സിലും ഇല്ല, ഉണ്ടാക്കാനും വയ്ക്കൂല. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. അവിടുത്തെ കൂട്ടുകാരനും അവിടുത്തെ പ്രായക്കാരനുമായ ഉസ്താദാണ് ബഹുമാനപ്പെട്ടവർ. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ പറഞ്ഞാലെങ്ങനെ എന്നോട് ഉസ്താദിനാണ്ട് പറഞ്ഞു കൊടുക്കാനേ. ഞാൻ പറഞ്ഞു, അല്ല ഉസ്താദെ, തബറുക്കൊക്കെ ഇല്ല, ഇതൊന്ന് വായിച്ച് 2-3 വരി വായിച്ചാൽ മതി, ഈ തിരക്കിൻ്റെ ഇടയിൽ. അങ്ങനെ ഒരു സംഭവം നടക്കൂല. നിങ്ങൾ വായിക്കുക, ഞാൻ കേൾക്കുക.
അവസാനം സംഗതി നടക്കണ്ടേ. ഞാൻ വായിച്ചു, ഉസ്താദ് കേട്ടു, ഉസ്താദിൻ്റെ ദർജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ വന്ന് എന്നോട് ഈ സങ്കടം പറഞ്ഞ ആൾ പറയാണ്, ഞാൻ അവിടെ ഇരുന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാം, എൻ്റെ പെരൻ്റെ മൂല പൊളിഞ്ഞു വീണിരിക്കുന്നത്, തെങ്ങ് വീണിട്ട് അത് നന്നാക്കാൻ കാശാണോ, എൻ്റെ കയ്യിലൊന്നുമില്ല. ഈ സങ്കടത്തിൽ ചെല്ലുന്നത് എന്താ? വൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി, അല്ലെങ്കിൽ മുഖ്തഹിമി, രണ്ടും പറയാം. ബുറുദ അങ്ങനെയാണല്ലോ. ബുറുദ ചൊല്ലിയത്, ബുറുദ ഉണ്ടാക്കിയത് മുതൽക്ക് മഹാനായ ഇമാം ബൂസീരി തങ്ങൾ ഷാദുലി ത്വരീഖത്തിൻ്റെ മഹാനാണ്. 15 വർഷം ഹറമിൽ ദർസ് നടത്തിയെന്ന് അവിടുത്തെ ദീവാനിൽ കാണാൻ കഴിയും. വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്, ചരിത്രകാരനാണ്, കവിയാണ്. ഞാൻ അവിടുത്തെ പറ്റി പറയുന്നില്ല. ദാമലോ വസല ഇലാ മർത്തബത്തിൽ ഗൗസിയത്തിൽ ഉൽമാ, ബുറുദ എഴുതിയ കാരണത്താൽ ഔസിയ എന്ന മർത്തബയിലേക്ക് ഉയർന്നു എന്ന് മാത്രമല്ല, വദാമലഹുൽ ഇജ്തിമാഉ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ലതൻ വമനാമാ, ഉറക്കത്തിലും ഉണർച്ചയിലും എപ്പോഴും നബിതങ്ങളുമായി ഒരുമിച്ച് കൂടിയിരുന്ന അവിടുത്തെ ഷെയ്ഖിൻ്റെ ഷെയ്ഖായ ഷാദുലിയെ പോലെ ആയിത്തീർന്നു എന്ന് ഞാനല്ല പറയുന്നത്. ഇമാം ഫാസി തബഖാത്തു ഷാദുലിയത്തിൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് വായിച്ചതവനാണ് ഞാൻ. ആ കിതാബിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഈ ബെയ്ത്ത്, വിഷമം വന്നാൽ ഈ ബെയ്ത്ത് ചെല്ലുക ഭയങ്കര ഫലാണേക്കാരം. മുഅ്മിനീങ്ങളെ, മുത്തുനബിയെ കാണാനും ഈ ബെയ്ത്ത് ഉപകരിക്കും. വിഷമങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ വരുമ്പോൾ ഈ ബെയ്ത്ത് ചെല്ലിയാൽ ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി. ഈ ബെയ്ത്ത് ഇങ്ങനെ ചൊല്ലി കുറച്ചങ്ങ് ചൊല്ലിയപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നു, ഞാൻ മനസ്സ് വല്ലാതെ വേദനയായി, ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഈ ബെയ്ത്ത് ചെല്ലുന്നത്. പക്ഷേ എൻ്റെ പ്രകൃതി വിട്ട് ഞാൻ എൻ്റെ സ്വന്തം കഴിവ്, എൻ്റെ അവസ്ഥ തന്നെ വിട്ട്, പരിസരം മറന്ന് ഞാൻ അട്ടഹസിച്ച് പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. എൻ്റെ തൊള്ള പിടിച്ചൊക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെയല്ലേ വിഷമം വരുമ്പോൾ ആളുണ്ടോ എന്ന് നോക്കൂലല്ലോ. ആണ്ട് പൊട്ടിക്കരയുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ എൻ്റെ അരികിൽ ഒരു വെളുത്ത വസ്ത്രധാരിയെ ഞാൻ കണ്ടു. അദ്ദേഹം എനിക്ക് കൈ തന്നു. അതുവരെ കാണാത്ത ഒരാളെ കാണുകയാണല്ലോ. തൊട്ട് അടുത്ത ഒരാൾ വരികയാണ്. അയാൾ നിസ്കരിക്കുകയാണ്. നിസ്കാരം പടപടാന്നങ്ങ് നിസ്കാരിച്ച് അയാൾ കൈ തന്നു, സലാം പറഞ്ഞ്. അയാളങ്ങ് കാണാതെയായി. എൻ്റെ കയ്യിൽ പൈസ വെച്ചിട്ടാണ് പോയത്. ഞാൻ ചോദിച്ചു, എത്ര പൈസ ഉണ്ടായിരുന്നു തങ്ങളെ ആയാലും, എത്ര ഉണ്ടായിരുന്നു? അദ്ദേഹം എന്നോട് പറയാണ്, അതിലുണ്ടായിരുന്ന പൈസ 500 റിയാൽ മാത്രമായിരുന്നു. 500 റിയാൽ എത്ര ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പെരപ്പണിക്ക് വേണ്ട പൈസ മുഴുവൻ അതിലുണ്ട്. ഇന്ത്യൻ മണി 50,000 രൂപക്കുണ്ടായിരുന്നു അത്. അല്ലാഹുവിൻ്റെ റസൂലിനെ പോലെ സങ്കടങ്ങൾക്ക് പരിഹാരം കാണാൻ ആരുമില്ല. ജോലി വേണോ? മുത്തുനബിയോട് പറഞ്ഞോ, സങ്കടം പറഞ്ഞോ. രോഗമുണ്ടോ? മുത്തുനബിയോട് പറഞ്ഞോ, സങ്കടം പറഞ്ഞോ. അച്ചിട്ട് മരിക്കാതിരിക്കൂല. പക്ഷേ മരിക്കുമ്പോൾ നന്നായി മരിക്കണം. ആ മുഖമൊന്ന് കാണണം. അള്ളാഹു അതിനെ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു അവിടുത്തെ മദത് നമുക്ക് നൽകട്ടെ. അവിടുത്തെ മനസ്സിൽ നമ്മോട് വെറുപ്പ് അള്ളാഹു തആല ഇടാതിരിക്കട്ടെ. ബഹുമാനപ്പെട്ട മാറൂഫ് തങ്ങൾ പാപ്പ എത്തിയിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് തങ്ങൾ പാപ്പ ദുആക്ക് നേതൃത്വം നൽകും. എനിക്കൊരു പരിപാടി, ചെറിയൊരു പരിപാടി എൻ്റെ പള്ളിയിൽ തന്നെ ഉണ്ട്. ഒരു പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം ആളുകൾ വന്നിട്ടുണ്ട്. എല്ലാ രാത്രിയും മജ്‌ലിസ് ഉണ്ടാകുന്നതാണ്. ഇന്ന് 11:30 മണിക്കെങ്കിലും അവിടെ എത്തണം എനിക്ക്. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇൻഷാ അള്ളാഹ് നിങ്ങളെല്ലാവരും ദ്വാരക്കണം. ഇവിടുത്തെ ഉമ്മമാരും ഉപ്പമാർക്കൊക്കെ ഫാത്തി ഓതിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ പള്ളീൻ്റെ ചുറ്റുഭാഗത്തും കിടക്കുന്ന എല്ലാ പരിചയക്കാർക്കും എല്ലാത്തവർക്കൊക്കെ ഫാത്തിഹ ഓതിയിട്ടാണ് ഞാൻ വന്നത്. ഇവിടുത്തെ ഉമ്മമാർ നമുക്കും നമ്മളെ കുട്ടികൾക്കും ഭക്ഷണം തരുന്നവരും തന്നവരും ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നവരുമാണ്. ഈ പള്ളിയിൽ നടക്കുന്ന ദർസും അതുപോലെ വലിയ പള്ളിയിൽ നടക്കുന്ന ദർസിനൊക്കെ വല്ലാതെ സഹകരിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. എനിക്ക് ദ്വാരക്കണം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞതുകൊണ്ടല്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. പ്രിയപ്പെട്ട ഹക്കീം ഹാജിയും അതുപോലെ തന്നെ പിന്നെ സെയ്ദൽവി ഹാജിയും അബ്ദുറഹ്മാൻ ഹാജിയും എല്ലാം കൂടെ എൻ്റെ അടുത്ത് വന്ന് എന്നെ നിർബന്ധിക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ അവരോട് എനിക്ക് കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതാണ്. പിന്നെയും കോളനി റോട്ടിലെ അവസാനത്തെ പ്രസംഗം ആകുകയാണെങ്കിലോ അള്ളാഹ് പിന്നെ എനിക്ക് ദ്വാരക്കാൻ ഒരു കൂട്ടരെ കിട്ടുമല്ലോ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വന്നതാണ്.
അള്ളാഹിൻ്റെ റസൂലിൻ്റെ മജ്‌ലിസും അല്ലേ, അയക്ക് ഇഷ്ടം കൊണ്ട് ക്ഷണിക്കല്ലേ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നായയാണ് ഞാനെന്നാണ് സാലിഹ്യങ്ങളിൽ പലരും പറഞ്ഞത്. ആ കൂട്ടത്തിലെങ്കിലും പെട്ട് കിട്ടിയെങ്കിൽ എന്ന ആഗ്രഹം മാത്രം വെച്ച് ഇവിടെ കയറി നിന്നതാണ്. ആഫിയത്തും ആരോഗ്യവും പരിഗണിക്കാതെ വന്നതാണ്. നിങ്ങളെല്ലാവരും ദ്വാരക്കണം. അല്ലാഹു മുത്ത് റസൂലുള്ളാഹിൻ്റെ പൊരുത്തത്തോടുകൂടെ ജീവിക്കാനും ആ പൊരുത്തത്തിലായി മരിക്കാനും ആഖിറത്തിൽ അവിടുന്ന് കാണുന്ന ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ, ചെറുപ്പക്കാരികൾ എല്ലാവരും മുത്ത് റസൂലുള്ളാഹിൻ്റെ വഴി മറക്കരുത്, പൈതൃകം മറക്കരുത്, പുതിയ ഇതിലേക്കൊന്നും പോകരുത്. അള്ളാഹു നമ്മുടെ ഈമാൻ നശിപ്പിച്ച് കളയും. അത പേടി നമുക്ക് വേണം. പഴയതിലൂടെ ജീവിച്ച് പഴയതായി മരിക്കണം. നമ്മളെ മക്കളെയും അതിനു വേണ്ടി നിർബന്ധിക്കണം. അൽഹംദുലില്ലാഹ് സുന്നി സെൻ്റർ അതിനുള്ളൊരു ഈ നാട്ടിലൊരു വലിയ ഒരു ഹിദായത്തിൻ്റെ ഒരു വലിയ പതാകയാണ് ഈ സുന്നി സെൻ്റർ. അൽഹംദുലില്ലാഹ് ജുമുഅത്ത് പള്ളി ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും തുറന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ സൗകര്യത്തോടുകൂടെ ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം സി.എം. വലിയുള്ളാഹിൻ്റെ പേരിൽ ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ എൻ്റെ കൽബിൽ ഇവിടെ ജീവിക്കണ കാലത്ത് വന്ന ആഗ്രഹമാണ്. പക്ഷേ കാലങ്ങൾക്ക് ശേഷമാണത് പൂവണിഞ്ഞതെങ്കിലും സി.എമ്മിൻ്റെ മദതുള്ള കാലത്തോളം ഇൻഷാ അല്ലാഹ് നമ്മളെ ദർസിനൊന്നും പറ്റൂല, നമ്മളെ പ്രവർത്തകർക്കൊന്നും പറ്റൂല. സി.എം. റളിയല്ലാഹു അൻഹുവിൻ്റെ മദതുണ്ടായിരിക്കും. സി.എം. അതൊരു CM ആണ്. എം എന്ന് പറഞ്ഞാൽ എന്താ? അത് കടൽ എന്നാണ്. സി എന്ന് പറഞ്ഞാലും കടൽ തന്നെ. അപ്പോൾ അത് വലിയൊരു കടലാണ്. അത് പാരാവാരമാണ്. അതിൻ്റെ കൈയില്ലാതെ ആ കൈയിൻ്റെ തുടക്കമാണ് ഇതിൻ്റെ തുടക്കം. അതുകൊണ്ട് തന്നെ CM നോക്കും ഇൻഷാ അല്ലാഹ്. CMൻ്റെ മദതുണ്ടായിരിക്കും. എനിക്ക് CMനെ പറ്റി അല്പം പറയാൻ താല്പര്യമുണ്ടായിരുന്നു. ടൈം വളരെ വൈകിയതുകൊണ്ടും ആഫിയത്തില്ലാത്തതുകൊണ്ടും നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെയും കൃത്യമായി നിർബന്ധിച്ച ഒരു പരിപാടി എനിക്കുണ്ട്. അതുകൊണ്ട് നടത്തിപ്പിനല്ലേ CMന് വരുമാനമായിട്ടേ പറഞ്ഞ്. ഈ ഒത്തൊരുമന്നെ ഏറ്റവും വലിയ വരുമാനമല്ല. ഇങ്ങനെ ഒത്തൊരുമൊന്നും എല്ലായിടത്തും കിട്ടൂല. പല അഭിപ്രായം, 100 അഭിപ്രായം, ആ ത്വരീഖത്തും ഈ ത്വരീഖത്തും ആ ത്വരീഖത്തും. അൽഹംദുലില്ലാഹ് അതിന് പറ്റിയ ഒരു ഉസ്താദിനെയും നിങ്ങൾക്ക് ലഭിച്ചു. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ പള്ളിയെ മറ്റേ സുലൈമാൻ ഉസ്താദ് കണ്ട് വന്നിട്ടില്ലല്ലേ? ഉസ്താദിനൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മരിച്ചുപോയ നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന കുറേ മുഅ്മിനീങ്ങളുണ്ട്, കുറേ നമ്മളെ ചങ്ങായിമാരാണ്, കുറേ ആളുകൾ. അള്ളാഹു അല്ല ഖബറൊക്കെ സ്വർഗമാക്കട്ടെ. അത് ആര്? കുഞ്ഞുമാങ്ക ട്രഷറർ ഇവിടുത്തെ എപ്പോഴും കണ്ടാൽ വല്ലാത്ത സ്നേഹം കാണിക്കുകയും പെരുമാറുകയും ഇവിടെയുള്ള കാലത്തെ അങ്ങനെയാണ്. അള്ളാഹു തആല കുഞ്ഞുമാങ്കാൻ്റെ ഖബർ സ്വർഗമായി കൊടുക്കട്ടെ. വിദേശിക്ക് വയ്യാറിന് അള്ളാഹു ശിഫ കൊടുക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് അവർക്ക് കൊടുക്കട്ടെ. അതുപോലെ കുട്ടൂസാജി അടക്കമുള്ള വലിയ കുറേ പ്രായം ചെന്നവർ, ഇവിടുത്തെ വയസ്സന്മാരൊക്കെ എൻ്റെ ഉപ്പൻ്റെ മാതിരിയായി നമ്മൾ പെരുമാറിയതാണ്. അതുപോലെ കമ്മുകാക്ക, അതുപോലുള്ള ആളുകൾ, കുറേ ആളുകൾ അവരോടൊക്കെ പേരുകൾ പറയാൻ ടൈമില്ല. അള്ളാഹു അലൊക്കെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അതെ നമ്മൾ ചെറിയാപ്പൂ അജി എന്നാണ് പറയല്. നമ്മൾ ചെറിയാപ്പൂന്നും ചിലപ്പം പറയും, ചെറിയാപ്പൂക്കാന്നും പറയും, ചെറിയാപ്പൂ അജി എന്നും പറയും. അള്ളാഹു അവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പുലേരി പാപ്പാൻ്റെ ദിക്റ് ഖളാക്കാതെ കൊണ്ടടന്നിരുന്ന ആളായിരുന്നു ചെറിയാപ്പൂ. അതുകൊണ്ട് വിജയമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മകൻ മുന്നാസിനെ ഞാൻ കണ്ടു. അതുപോലെ മക്കളൊക്കെ അള്ളാഹു തആല സുന്നത്ത് ജമാഅത്തിൻ്റെ രംഗത്ത് സജീവരായി പ്രവർത്തിക്കുന്നവരാണ്. അള്ളാഹു അങ്ങനെ നിലനിർത്തട്ടെ. അതുപോലെ അനുജന്മാരും ഒക്കെ അങ്ങനെ തന്നെ. നമ്മുടെ പള്ളിയുടെ വഖഫ് ചെയ്ത അഹമ്മദ് ഹാജി, അവരുടെ മക്കൾ, ഞാൻ ഇവിടെ വരുന്ന ടൈമിൽ മുത്തവല്ലിയായത് കുഞ്ഞർമാജിയാണ്. പിന്നെ അബൂബക്കർ ഹാജി ആണ് ആയത്. പിന്നെ ഞാൻ പോയതിൻ്റെ ശേഷം മറ്റു പലരും ആയി. ഏതായിരുന്നാലും ആരൊക്കെയാണോ അതിന് നേതൃത്വം കൊടുത്ത് വഫാത്തായി പോയതെങ്കിൽ അവർക്ക് അവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് സത്യരൂപത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ അവർക്കും നമുക്കും അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. സുന്നത്തെ ബാവുട്ടിയാച്ച ഭാര്യ മരിച്ചുപോയി. അള്ളാഹു തആല അദ്ദേഹത്തെ ആ സഹോദരിക്ക് പുറത്തു കൊടുക്കട്ടെ. ബാവുട്ടിയാച്ചിക്കൊക്കെ സുഖമില്ലാറിന് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അതുപോലെ വിഷമിക്കുന്നവരുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ. ഇനി എല്ലാം വിശദമായി
അള്ളാഹുവിനോട് പറയാൻ പറ്റിയ കൈകളായ സാദാത്തിൻ്റെ കൈകൾ ബഹുമാനപ്പെട്ട സെയ്ദ് മഅറൂഫ് ജിഫിരി തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അവിടെ അവരിരുത്തി സംസാരിച്ചത് അതുപകേടാണ്. കവുങ്ങലോതിയതാണ് ലത്തീഫുലേരെ തോന്നി ചെയ്ത് അല്ലേ. നിങ്ങൾ എന്നെ ഭക്ഷണം കൊടുത്തൊരു മൊയിലേര് എന്തേ പറഞ്ഞേ? അതെ നിങ്ങളെ കുട്ടി തന്നെ വലിയൊരു ലാഭമാണല്ലോ. ചാലിയത്ത് എഫിസാക്ക് വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്തുകൊണ്ട് ഉസ്താദ് അവിടുന്ന് ഭക്ഷണം കഴിച്ച നാടാണല്ലോ എന്നുള്ളതിലേക്ക്. അല്ലാഹു തആല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. കുഞ്ഞമ്മദാജിക്കും വയ്യല്ലേ? അല്ലാഹ് കണ്ണിൻ്റെ വിഷയം ഉണ്ടാവും. അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ. മൊമാലിനെ അതുപോലെ അദ്ദുവിനെയൊക്കെ കണ്ട് അവരൊക്കെ വല്ലാതെ നമ്മളെ സ്നേഹിച്ചവർ. ആ കുടുംബങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഇവിടെ എല്ലാം ഈ പള്ളീൻ്റെ ഈ മഹല്ലത്തുകാരും മൊത്തം വിദ്യാർത്ഥികാരല്ലാത്തവരായിട്ടൊക്കെ നമ്മൾ വല്ലാത്ത സ്നേഹത്തിലും ബന്ധത്തിലും ആയിരുന്നു. അള്ളാഹുവിൻ്റെ ഖളാവ് വരുന്ന നേരത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. പിന്നെ എല്ലാം ഖളാത്തുമ്പോൾ ദുന്യാവെന്ന് ആഖിറത്തിലേക്ക് പോകും. നമ്മളെ പോക്ക് അള്ളാഹു തആല നന്നാക്കി തരട്ടെ. എല്ലാവരും ദ്വാരക്കണം. ഇവിടെ തെബിലികാർ ഇറങ്ങിക്കണം. സുബ്ഹാനല്ലാഹ്, ഈമാൻ ഇത്ര കവരാൻ പറ്റിയ കൗമ് വേറില്ല. സുബ്ഹാനല്ലാഹ്, അതിൽ പെട്ടുപോകരുത്. തബ്ലീഗിലും കള്ളത്തൊരീക്കത്തിലും പെട്ടാൽ പിന്നെ പോയി കാര്യം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാനത് CM വലിയുള്ളാഹിനെ പറ്റി അല്പം പറയാൻ ഉദ്ദേശിച്ചതായിരുന്നു. അതിന് ഇനി ടൈമില്ല. ഓരോന്നിനെ പറ്റിയും പറയുമ്പോൾ ഓരോ വിഷയങ്ങളങ്ങ് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതിക്കൂട്ടി നിർത്തിയതാണ്. പക്ഷെ CMനെ പറ്റി പറയണമെന്ന് ഉറപ്പിച്ച് വന്നതാണ്. പക്ഷെ അത് സാധിച്ചില്ല. അതിലെന്തെങ്കിലും രഹസ്യമുണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നിങ്ങളൊക്കെ ദ്വാരക്കണം. അതെ ബഹുമാനപ്പെട്ട മഅറൂഫ് തങ്ങൾ പാപ്പാൻ്റെ വല്യമ്മ ഷെരീഫ ബീവി, ഷെരീഫ വല്യമ്മ, അവരുമ്മയാണ് അല്ലേ? അതന്നെ അവരുമ്മ മരിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് മയ്യത്ത് നിസ്കരിച്ചത്. പിന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഉമ്മുഹാനില്ലേ വല്യമ്മ. ഇത് ഖദീജ മുല്ല ബീവി. ഷെരീഫ മുല്ല ബീവി അല്ല, ഖദീജ മുല്ല ബീവി. നിങ്ങളമ്മയാണ് ഷെരീഫ മുല്ല ബീവി. പിന്നെ മറ്റേ കുട്ടീൻ്റെ റുന്നിസാണല്ലേ. അവരൊക്കെ ജമലിലൈലികളാണ്. നമ്മളവർക്ക് ദ്വാരക്കേണ്ട യാതൊരു ആവശ്യമില്ല. റസൂലുള്ളാഹിൻ്റെ മക്കളടുത്ത് വഫാത്തായടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ദ്വാരക്കലില്ല. ഞാൻ അവർക്ക് അല്ലാഹുമ്മ അലി ദർജാത്തിഹിം എന്നൊക്കെ ദർജ ദ്വാരക്കാന്നല്ലാണ്ട് ഞാൻ വേറെ ദ്വാരക്കലില്ല. സ്വർഗം ആക്കി കൊടുക്കണേ ദ്വാരക്കും, നരകാക്കരുത് ഞാൻ ദ്വാരക്കലില്ല. ദ്വാരക്കാൻ പാടില്ലായിട്ടൊന്നുമല്ല കേട്ടോ. നിങ്ങളെങ്ങനെ ദ്വാരന്നോളി, നിങ്ങൾക്ക് ധൈര്യത്തിന് ദ്വാരന്നോളി. എനിക്ക് ധൈര്യമില്ല, അതുകൊണ്ട് ഞാൻ ദ്വാരക്കലില്ല. മസാലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഓലെ കൊണ്ട് നിന്നിട്ട് എന്ത് ചെയ്യലാണ്, തവസ്സുലാക്കിയിട്ട് നമുക്ക് വേണ്ടി ദ്വാരക്കല വഫാത്തായ സ്ഥലത്തൊക്കെ പോയാൽ. അളിയന് മരിച്ചില്ലേ? അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. എല്ലാവർക്കും മരിക്കണം. നമ്മളൊക്കെ മരിക്കും. അള്ളാഹു നമ്മളെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. എല്ലാവരും മരിക്കും. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ, പിന്നെന്താ, ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ. മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ. ശവമഞ്ചലിൽ ഇടപെട്ടതത്ഭുതമല്ലേ. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ. മൗത്തിൻ്റെ കീഴ്പ്പെട്ടതത്ഭുതമല്ലേ. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ. അവനുള്ള ഹാലറിയാത്തതത്ഭുതമല്ലേ. അങ്ങനെ പോകാനുള്ളവരാണ് എല്ലാവരും. റുകുബുന്നൈശി അൻസാഹും റുകുബാ അലൽ ഖൈലിൽ അതിഖാത്തിൻ നിജാബി. ആ ഒരു യാത്ര നമുക്കൊക്കെ ഉണ്ട്.
ആ യാത്രയിൽ അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നാം ഒരാളെ സിയാറത്ത് ചെയ്യുമ്പോൾ, ഒരാൾ മരിച്ചു നമ്മോട് പറയുമ്പോൾ ഞാനും മരിക്കുമല്ലോ എന്നാണ് അതിലുള്ള നമുക്കുള്ള പഠിക്കാനുള്ളത്. ഒരു ഖബറിങ്ങ നിൽക്കുമ്പോൾ എൻ്റെ ഖബർ സിയാറത്ത് ചെയ്യപ്പെടുന്ന ഘട്ടമുണ്ടല്ലോ എന്നാണ് പഠിക്കാനുള്ളത്. ഒരു താസിയത്തിന് പോകുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഇതുപോലെ താസിയത്തിന് വരുന്നൊരു ദിവസമുണ്ടല്ലോ എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെയാണ് എല്ലാ രംഗത്തും. ഒരു മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോൾ പടച്ചോനെ അയാളെ അവസ്ഥ എങ്ങനെയായി, ഞാൻ എങ്ങനെയായിരിക്കും, എന്നെയും ഇതുപോലെ കൊണ്ടുപോകപ്പെടുന്നൊരു ഘട്ടമുണ്ടല്ലോ എന്നാണ് ചിന്തിക്കേണ്ടത്. അതാണ് ഒരു മുഅ്മിനിൻ്റെ ഇഅ്തിബാർ, അവൻ്റെ ഖൽബിൻ്റെ ചിന്ത അതായിരിക്കണം. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ആരും മറക്കരുത്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.